കേരളത്തിൽ കലൂര് നരേന്ദ്രമോദി വരുന്നത് പ്രമാണിച്ച് അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ വേണ്ടി നിൽക്കുന്ന ജനക്കൂട്ടമാണ് ഈ കാണുന്നത്. കേരളത്തിൽ നിന്ന് തന്നെ പല ജില്ലകളിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും വന്ന ആൾക്കാരാണ് ഈ നിൽക്കുന്നത്. പലർക്കും അകത്ത് പ്രവേശനം കിട്ടിയിട്ടില്ല, കാരണം തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഒരു നോക്ക് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്ന ജനക്കൂട്ടമാണ്. ഇതിൽ പ്രായഭേദമന്യേ എല്ലാവരും ഉണ്ട്, കൊച്ചുകുട്ടികൾ മുതൽ അപ്പനപ്പൂപ്പന്മാർ വരെ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അദ്ദേഹത്തെ ഒന്ന് കാണാൻ പറ്റുമോ എന്നുള്ള നിലയിൽ നിൽക്കുകയാണ്. അദ്ദേഹം ഇതിലെ കൂടി കടന്നു പോകും എന്നാണ് തോന്നുന്നത്, കാരണം എല്ലാവരും ഇങ്ങനെ റോഡിൻ്റെ സൈഡിൽ നിൽക്കുന്നുണ്ട്. ഇത് കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൻ്റെ അടുത്താണ് ഈ കാണുന്ന ജനക്കൂട്ടം. നമുക്ക് അവരോട് എന്തായാലും ചോദിച്ചു നോക്കാം. ഒരേ ഒരു നേതാവിനെ സാധിക്കൂ, ഇന്ത്യ ഭരിക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക്. ആ നരേന്ദ്രമോദിയോടൊപ്പം 1000 നന്ദി. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് തുടങ്ങാനിരിക്കെ ഇപ്പോൾ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന് സമീപത്തായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി സാക്ഷാൽ നരേന്ദ്രമോദിജി എത്തിയിരിക്കുകയാണ്. മാറ്റം തുടങ്ങാം, വികസിത കേരളം മോദിക്കൊപ്പം എന്നൊരു പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നരേന്ദ്രമോദിജി കേരളത്തിൽ കലൂര് എത്തിയിരിക്കുന്നത്. ജനസാഗരമാണ് ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത്. അകത്ത് ഒരുപാട് പേര് ഉള്ളതിനാൽ തന്നെ വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടാണ് പോലീസ് അടക്കം ആളുകളെ പുറത്തേക്ക് മാറ്റിയിരിക്കുന്നത്. പക്ഷേ അപ്പോൾ നോക്കുമ്പോൾ പുറത്ത് നിറച്ച് ആളുകളാണ്, ജനസാഗരമാണ് പുറത്ത് കാണാൻ സാധിക്കുന്നത്. നരേന്ദ്രമോദിയെ ഒരു നോക്ക് കാണാൻ വേണ്ടി കൊച്ചുകുട്ടികൾ മുതൽ അപ്പനപ്പൂപ്പന്മാർ വരെ ഒരു വലിയ ജനസാഗരത്തെ തന്നെയാണ് നമുക്ക് കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന് സമീപത്തായി കാണാൻ സാധിക്കുന്നത്. നരേന്ദ്രമോദിജി ഇപ്പോൾ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം കേരളത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് LDF സർക്കാരിൻ്റെയും അതുപോലെ തന്നെ UDFിൻ്റെയും മാറി മാറിയുള്ള ഭരണത്തെക്കുറിച്ചൊക്കെ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ കാത്തിരിക്കുകയാണ് അക്ഷമരായിട്ട്. കാരണം നരേന്ദ്രമോദിജി ഈ പറയുന്ന പ്രസംഗം കഴിഞ്ഞിട്ട് വരുന്ന ആ ഒരു റോഡ് ഷോയിലെങ്കിലും അദ്ദേഹത്തെ കാണാൻ വേണ്ടി നിൽക്കുന്ന ജനങ്ങളാണ്. കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം നിന്നുള്ള നാടുകളിൽ നിന്ന് വന്നിരിക്കുന്ന ജനങ്ങളാണ് ഇവിടെയുള്ളത്. മാറ്റം തുടങ്ങാം, വികസിത കേരളം മോദിക്കൊപ്പം, മാറാത്തത് മാറും, ഇനി കേരളവും വളരും. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നരേന്ദ്രമോദിജിയുടെ ആഗമനത്തെ വളരെ ആവേശത്തോടെയാണ് BJP പ്രവർത്തകരും NDAയുമായി ബന്ധപ്പെട്ട സംഘടനകളും കാണുന്നത്. എന്തായാലും നരേന്ദ്രമോദിജിയുടെ പ്രസംഗം പുരോഗമിക്കുകയാണ്. നമുക്ക് ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളോട് തന്നെ എത്രത്തോളം അവർ എക്സൈറ്റഡ് ആണ് എന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ചേട്ടാ, നരേന്ദ്രമോദിജിയെ കാണാൻ വേണ്ടി കാണോ? തീർച്ചയായിട്ടും. അദ്ദേഹത്തോട് ഇത്രത്തോളം ഒരു ഇഷ്ടം തോന്നാനുള്ള കാരണം? അദ്ദേഹം ലോകത്തിൻ്റെ അംബാസഡറായി മാറിക്കൊണ്ടിരിക്കുകയല്ലേ. ലോകത്തിന് തന്നെ മാതൃകയല്ലേ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ. ഒരു ജനത ലോകം അറിയപ്പെടുന്ന രീതിയിൽ എത്തിച്ചത് അദ്ദേഹത്തിൻ്റെ കഴിവും മികവും കൊണ്ടല്ലേ. അപ്പോൾ അതിനെ കാണാനും അദ്ദേഹത്തിൻ്റെ പരിപാടി പങ്കെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു വലിയൊരു ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു. അപ്പോൾ ഈ BJPയുടെ ഭരണം കേരളത്തിൽ എത്രത്തോളം ആവശ്യമുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്? BJP നേതൃത്വം കൊടുക്കുന്ന NDAയുടെ ഭരണം എത്രയോ കാലം മുമ്പ് തന്നെ കേരളത്തിന് ആവശ്യമാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാശ്മീരിൽ പോലുള്ളൊരു കാശ്മീരിൽ നമ്മൾ രാജ്യം നേരിട്ടുകൊണ്ടിരുന്ന വലിയൊരു പ്രതിസന്ധിയിലേക്ക് കേരളം പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പോക്കിനെ തടയിടണമെങ്കിൽ NDAയുടെ ഭരണം കേരളത്തിൽ ആവശ്യമാണ്. അതായത് മനസ്സിലായില്ല, എങ്ങനെയുള്ളൊരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ആഭ്യന്തരപരമായിട്ടുള്ള രാജ്യത്തിന് ഭീഷണിയായിക്കൊണ്ടിരിക്കുക കേരളം. ഇപ്പോൾ അതിപ്പോൾ പണ്ട് നമ്മൾ ഏറ്റവും വലിയ ഭീഷണി കാശ്മീരായിരുന്നു. ഇപ്പോൾ കാശ്മീർ ഒരുവിധം ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കേരളം അതേ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ പറഞ്ഞു കാശ്മീർ പോലെയൊക്കെ ഇപ്പോൾ കേരളത്തിലൊരു വലിയ പ്രതിസന്ധി, രാജ്യത്തിന് ദോഷം ചെയ്യുന്നൊരു പ്രതിസന്ധി ഉണ്ടെന്ന്. അതെന്താണ് അങ്ങനെ പറഞ്ഞത്? അങ്ങനെ പറയാൻ പ്രത്യേകിച്ച് കാരണം എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് ലോകത്തിന് തന്നെ ഭീഷണിയാവുന്ന ഏറ്റവും വലിയ ഭീഷണി തീവ്രവാദം തന്നെയാണ്. രാജ്യത്തിനുള്ളിൽ നിന്ന് തന്നെ രാജ്യത്തിനെതിരെ പുതിയ തലമുറ വഴിതെറ്റിക്കാനായിട്ട് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ പരിശ്രമം നടക്കുന്നത്. അത് മറ്റ് ജാതിയും അതുമായിട്ടുള്ള ബന്ധപ്പെട്ടല്ല. പ്രത്യേകിച്ച് ഒരു മതത്തിനെ ബേസ് ചെയ്തിട്ട് പറയുന്നെങ്കിൽ പോലും ആ മതത്തിൽ ഒരു 30% 40% അങ്ങനെ ചിന്തിക്കുന്നില്ല. അല്ലെങ്കിൽ 30% 40% വരുന്ന ആളുകളാണ് അങ്ങനെ ചിന്തിക്കുന്നതുള്ളൂ. ബാക്കിയുള്ള ഒരു നല്ല ശതമാനം ആളുകളുണ്ട് ദേശീയവാദം നിർത്തി. പക്ഷേ രാജ്യത്ത് നിന്നിട്ട് തന്നെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഒരുപാട് പേര് കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതലുള്ളത്. അത് മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കാശ്മീർ ഒരുവിധം അവിടെ വികസനം കൊണ്ടുവന്നപ്പോൾ അവർ മാറി ചിന്തിക്കൽ തുടങ്ങി. രാജ്യത്തിൻ്റെ വികസനത്തിൽ പ്രധാനപ്പെട്ട ഒരു ഏടായിട്ട് കാശ്മീർ മാറി. ഇപ്പോൾ കേരളത്തിൽ സംബന്ധിച്ചിടത്തോളം വികസനം പോയിട്ട് രാജ്യവിരുദ്ധ പ്രവണതകൾ ഏറിക്കൊണ്ടിരിക്കുകയാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ ഇടത് വലത് മുന്നണികളുടെ ഈ പറയുന്ന ഒരു മതപരമായിട്ടും ഒരു വിഭാഗം ജനതയോടുള്ള വിവേചനപരമായിട്ടുള്ള സമീപനമാണ് കാരണം. അതായത് ഇടത് വലത് ഭരണങ്ങൾ, ഇപ്പോൾ കോൺഗ്രസ് LDF ഒക്കെ ഇപ്പോൾ ഹിന്ദു ജനതയോട് ഒരു അവഗണന കാണിക്കുന്നതെന്നാണ് പറയുന്നത്. നമ്മൾ രണ്ടാം പൗരന്മാരാണെന്നുള്ള രീതിയിലാണ് പല രീതിയിലും ഒരു വിഭാഗത്തിനെ മാത്രം പ്രീണിപ്പിക്കുക, മറ്റൊരു വിഭാഗത്തിനെ അടച്ചാക്ഷേപിക്കുക, അധിക്ഷേപിക്കുക, വിശ്വാസങ്ങളിൽ പോലും കടന്നു കയറുന്നുണ്ട്. മറ്റത് അതില്ല. ഇതേ അധികാരത്തോടെ മറ്റു മതങ്ങളുടെ വിഷയങ്ങൾ അവർ ഇടപെടുന്നില്ലല്ലോ. കാരണം എന്താ വെച്ചാൽ അവർ പ്രതികരിക്കും. നമ്മളെന്ന് പറയുമ്പോൾ ഒരു വലിയ ശതമാനം ജനങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഭൂരിപക്ഷം ഇപ്പോഴും നമ്മൾ തന്നെ. പക്ഷേ അവർക്ക് കിട്ടുന്ന പരിഗണന
വളരെ കുറവാണ്. ഇടതുപക്ഷ മുന്നണികളിൽ നിന്ന് അവർക്ക് ഒരു പരിഗണന കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഇതുപോലുള്ള മോദി ഇവിടെ വരുമ്പോൾ ഇത്രയും വലിയ ജനസാഗരം ഇവിടെ ഉണ്ടാവാൻ കാരണം. അത് ആകെ പ്രതീക്ഷ മോദി തന്നെയാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് കേരളത്തിൽ കൃത്യമായിട്ട് BJPക്ക് ആ ഒരു നയം നടപ്പിലാക്കാൻ സാധിക്കാത്തത്? അതിന് ചുരുങ്ങിയ കാലമല്ലേ ആയിട്ടുള്ളൂ ശരിക്കും ഈ ഒരു മാറ്റങ്ങൾ. ഇപ്പം തന്നെ തിരുവനന്തപുരത്ത് തുടക്കം കുറിച്ചു, തൃശ്ശൂർ തുടക്കം കുറിച്ചു. ഇനിയിപ്പം മനസ്സിലാക്കുന്നിടത്തോളം കാലം ഇതേ ഒന്നിൽ നിന്ന് തന്നെയാണ് പിന്നെ ഗുജറാത്തിലും തുടങ്ങിയത്, ഇതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ ത്രിപുരയിലും തുടങ്ങിയത്. അതുപോലെ തന്നെ എല്ലാത്തിനും ഒരു സമയമുണ്ട്. അപ്പം വൈകാതെ തന്നെ സാധ്യമാവും. BJP പറയുന്നത് കേരളത്തിൽ തുടങ്ങിയിട്ടുള്ളൂ എന്നാണ്. അത് വൈകാതെ തന്നെ പൂർത്തിയാക്കുകയും ചെയ്യും തീർച്ചയായിട്ടും. അപ്പോൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ ഭരണം കിട്ടിയത് ഒരു മൈലേജ് ആയിട്ടുണ്ടല്ലേ? തീർച്ചയായിട്ടും. തിരുവനന്തപുരം തുടക്കം കുറിച്ച് അതേപോലെ ഗുജറാത്തിലെ സിറ്റുവേഷനും അങ്ങനെ തന്നെയായിരുന്നു. അതുപോലെ തന്നെ ത്രിപുരയിലെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. ഇനിയിപ്പോൾ പോട്ടെ, ഇപ്പോൾ നമ്മൾ ആസാമിലേക്ക് എടുക്കുക. ആസാമിലെ വിഷയം എന്ന് പറയുമ്പോൾ അവിടുത്തെ കോൺഗ്രസിൻ്റെ നേതാക്കൾ ഒന്നടങ്കം BJPയിലേക്ക് വരികയാണ്. അപ്പോൾ ഇതൊക്കെയെന്ന് പറയുമ്പോൾ കോൺഗ്രസിൽ പ്രതീക്ഷയില്ല. ആകെ പ്രതീക്ഷ ഈ പറയുന്ന രാജ്യത്തിൻ്റെ പ്രതീക്ഷയും ലോകത്തിൻ്റെ പ്രതീക്ഷയും നരേന്ദ്രമോദി തന്നെയാണ്. ഇപ്പോൾ ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP ആണോ? അപ്പോൾ ഇന്നത്തെ കോൺഗ്രസ് മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ ഇതര പാർട്ടികളും ഇന്നല്ലെങ്കിൽ നാളെ ദേശീയ തലത്തിലേക്ക് എത്തും, ദേശീയ ചിന്താഗതിയിലേക്ക് എത്തും തീർച്ചയായിട്ടും. ഇപ്പോൾ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അപ്പോൾ ഇപ്രാവശ്യം BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമോ? അക്കൗണ്ട് തുറക്കുക മാത്രമല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 10-ലധികം സീറ്റ് നേടാൻ വരെ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും. സാധ്യതാ മണ്ഡലങ്ങൾ ഏതൊക്കെയാണ്? സാധ്യത തിരുവനന്തപുരം, അതുപോലെ തന്നെ തിരുവനന്തപുരം, നേമം, അതുപോലെ തന്നെ നമ്മുടെ വട്ടിയൂർക്കാവ്, പിന്നെ അതുപോലെ തന്നെ പാലക്കാട്, തൃശ്ശൂർ, അതുപോലെ തന്നെ നമ്മുടെ കൊല്ലം. ഏകദേശം അതിപ്പോൾ ഇന്ന മണ്ഡലം എന്ന് പറയണ്ട, എല്ലാ മണ്ഡലങ്ങളിലും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ കൃഷ്ണ സാറ് ഇടയ്ക്ക് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് BJP ജയിക്കുന്ന മണ്ഡലങ്ങളിൽ തുടർച്ചയായിട്ട് ഇടത് വലത് മുന്നണികൾ ഒറ്റക്കെട്ടായി നിന്ന് BJP പരാജയപ്പെടുത്തുക എന്നുള്ളൊരു കുറേ കാലമായിട്ടുള്ള കാര്യമാണത്. അപ്പോൾ അതും ചിലപ്പോൾ ആവർത്തിക്കുകയാണെങ്കിൽ എങ്കിലും ജനങ്ങളാണ് ഏറ്റവും വലുത്. ജനങ്ങളുടെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന പാർട്ടിയായിട്ട് NDA മാറിയിട്ടുണ്ട് കേരളത്തിൽ. ഗ്രൗണ്ട് ലെവലിൽ അപ്പോൾ പ്രവർത്തനം തുടരുമെന്നാണ്? തീർച്ചയായിട്ടും. അത് തുടങ്ങിയല്ലോ, എത്രയും കാലം മുതൽ തുടങ്ങി. അതിപ്പോൾ ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അധികം വൈകാതെ തന്നെ കേരളം NDAയുടെ കൈകളിലെത്തും. ഇവിടെയും വികസനം വരും. ചേട്ടാ സ്വയം പരിചയപ്പെടുത്തും. എൻ്റെ പേര് രാജേഷ് കാടാമ്പുഴ. ഞാൻ ശിവസേന ജില്ലാ പ്രസിഡന്റാണ്, NDAയുടെ ഘടകകക്ഷിയാണ്. ചേച്ചി നരേന്ദ്രമോദിജിനെ കാണാൻ വേണ്ടി കാണോ? തീർച്ചയായിട്ടും. ആദ്യത്തിന് മുമ്പ് കണ്ടിട്ടുണ്ടോ? 2 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. 2 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പിന്നെ 3ാമത്തെ പ്രാവശ്യം കാണാൻ നിൽക്കുന്നു. എന്താണ് ഇത്രത്തോളം അദ്ദേഹത്തോട് ഇഷ്ടം തോന്നാൻ കാരണം? പ്രത്യേകിച്ച് ഭരണം കൊണ്ടും ജനങ്ങളുടെ കഷ്ടപ്പാടുകളൊക്കെ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നമുക്കുള്ളത്. കേരളത്തിൽ വീണ്ടും അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രയത്നങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. BJPക്ക് ഉടനെ തന്നെ കേരളത്തിൽ അധികാരത്തിൽ വരാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും എത്തുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതിൻ്റെ ഒരു മാറ്റത്തിൻ്റെ ഒരു തുടക്കത്തിനാണോ നരേന്ദ്രമോദിജി ഇപ്പോൾ തന്നെ വന്നിരിക്കുന്നത്? തീർച്ചയായിട്ടും മാറ്റത്തിന് വിധേയമാണ് ഇപ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ. കേരളത്തിൽ സാധാരണ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. എന്താണ് അങ്ങനെ പറഞ്ഞത്? ഇടതു വലത് ഭരണം കൊണ്ടും ജനങ്ങളെ പൊറുതിമുട്ടിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിൽ ഉള്ളത്. അതിനൊരു മാറ്റത്തിനാണ് BJP പരിശ്രമിക്കുന്നത്. ഈ മാറ്റത്തിനനുസരിച്ച് ജനങ്ങൾ BJPയുടെ ഒപ്പം ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഇന്നത്തെ ഈ അവസ്ഥയിൽ കാണാൻ സാധിക്കുന്നത്. വലിച്ച നരേന്ദ്രമോദിനെ കാണാൻ വേണ്ടി കാണോ? കണ്ടിട്ടുണ്ട് ഇതിനു മുമ്പ്? എന്താണ് അദ്ദേഹത്തെ ഇത്രത്തോളം ഇഷ്ടം? നരേന്ദ്രമോദിജിന് അത്രത്തോളം ഇഷ്ടപ്പെടാൻ കാരണം? മുഖ്യമന്ത്രി നല്ല പ്രവർത്തനം ചെയ്തിട്ടാണ്. ഈ അമ്പലം കളവും തട്ടിപ്പുമായിട്ട് നടക്കണം. പാവങ്ങൾക്കൊന്നും ഒരു ഉപകാരമില്ല. പേരുണ്ട്, പെൻഷൻ കൊടുത്തിട്ട് കാര്യമില്ല, ഒരു നല്ല കാര്യം അയാൾ ചെയ്യില്ല, നല്ലൊരു കാര്യം ചെയ്യില്ല. അതിന് മോഡിയെ കാണാൻ താല്പര്യം. മോഡി കേരളം ഭരിക്കുകയും ചെയ്യും. തമ്മിത്തല്ലും കോപ്പും കളവും ഒക്കെ നശിച്ചു പോകും ഇതോടുകൂടി. അവൻ്റെ കോൺഗ്രസിലും പ്രതീക്ഷയില്ല. അത് ഇതിനും വലിയ കള്ളന്മാരാണ്, ഒക്കെ കള്ളന്മാരാണ്. ഇതേ അമ്പലം വേണ്ടവർക്ക് സ്വർണവും പൈസയും മതി. അമ്പലം എവിടെയെങ്കിലും തല്ലിപ്പിടിക്കാൻ നോക്കും. സ്വർണ്ണം പൈസയും മുഖ്യമന്ത്രിക്ക് വലിയ താല്പര്യം. 27 വയസ്സായി. ഇതുമാതിരി നാരെ ഭരണം കേരളത്തിലുണ്ടായില്ല. നാളെ ആൾക്കാർ ഇത് ഇയാളെ പേര് പറഞ്ഞാൽ പെൻഷൻ കൊടുത്തിട്ട് കാര്യമില്ല. പാവങ്ങളുടെ കാശ് എടുത്ത് ചേട്ടാ നരേന്ദ്രമോദിജിനെ കാണാൻ വന്നാണോ? അതെ. കാണാൻ സാധിച്ചോ? വലിയ റോഡ് ഷോ ആക്കി കാണാമെന്ന് വിചാരിച്ചു. വല്യമ്മേ നരേന്ദ്രമോദിജിനെ കാണാൻ വന്നാണോ? കാണാൻ വന്ന പോയി. അത്ര ഇഷ്ടമാണോ നരേന്ദ്രമോദിനെ? ഭയങ്കര ഇഷ്ടമാണോ? കണ്ടിട്ടില്ലല്ല, ഇഷ്ടമാണ്. എന്നാണ് അത്ര ഇഷ്ടപ്പെടാൻ കാരണം? അത് നല്ല മന്ത്രി. ഇഷ്ടമാണോ നരേന്ദ്രമോദി? പിന്നെ എന്നാണ് അത്ര ഇഷ്ടപ്പെടാൻ കാരണം? അങ്ങനെ ഭരണം നല്ല ഭരണം.
നരേന്ദ്രമോദിയുടെ ഭരണം കേരളത്തിൽ വരണമെന്ന് ആഗ്രഹമുണ്ട്. ആഗ്രഹമുണ്ട്. എവിടെന്നാ വന്നിരിക്കുന്നത്? ഞാൻ പുത്തുമലിക്കലാണ്, വടക്കം പറവിൽ. ആ ചേച്ചി നരേന്ദ്രമോദിജിനെ കാണാൻ വന്നത് ഫേവറേറ്റ് ഫേവറേറ്റ് ആണ്. എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിജി ഫേവറേറ്റ്? ഭരണം നമ്മുടെ പ്രധാനമന്ത്രിമാരിൽ ഏറ്റവും ബെറ്റർ, അതായത് നമുക്കൊരു പ്രധാനമന്ത്രിന് തോന്നിയത് നരേന്ദ്രമോദിജിയിലാണ്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തെ കാണുക എന്നുള്ളത് വളരെ സന്തോഷം. ഇത്ര അടുത്ത് വരുമ്പോൾ കാണാൻ തോന്നുന്നത് വളരെ സന്തോഷം. ഇന്നൊരു ദിവസം അതിനു വേണ്ടി മാത്രം മാറ്റി വെച്ച ഒന്നാണ്. എവിടെന്നാ വരുന്നത്? ഞാൻ മാള കുണ്ടൂര് എല്ലാം മാറ്റി വെച്ച് വന്നേക്കാണ്. അല്ല മാറ്റി ഇന്നൊരു ദിവസം അതിന് ലീവ് എടുത്ത് മാറ്റി വെച്ച് വെക്കുന്നത്. സ്വയം പരിചയപ്പെടുത്താം. മോഹൻകുമാർ. മോദിനെ കാണാനാണ് ഞങ്ങൾ വളരെ ദൂരെ നിന്ന് ഇവിടെ വന്നത്. എവിടെന്നാ വരുന്നത്? കോതമംഗലം എന്ന് പറയും ഞങ്ങളുടെ ദേശം, കോതമംഗലം. അവിടെ നിന്ന് ഇത്രയും ദൂരെ വെയിലും കൊണ്ട് വന്നത് പുള്ളീനെ കാണാനാണ്, അല്ലാണ്ട് സിനിമ കാണാമെന്നല്ല. എന്താണ് ഇത്ര ഇഷ്ടം നരേന്ദ്രമോദിജിനെ? പുള്ളി ചെയ്യുന്ന പ്രവൃത്തിയിൽ വലിയ കുഴപ്പമില്ലാന്നിപ്പോൾ തോന്നിയിട്ടുണ്ട്. നേരത്തെ ഇഷ്ടമല്ലായിരുന്നു, ഇപ്പോൾ ഇഷ്ടപ്പെട്ടു തുടങ്ങി. അതുകൊണ്ടല്ലേ ഇങ്ങോട്ട് വന്നത്. ഇത്രയും ഒരു കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വരുമ്പോൾ അത്രയും ആരാധന ഉണ്ടാവുമല്ലോ. അപ്പോൾ പട്ടിണി വന്നേച്ചില്ല വന്നേ, ചോറൊന്നും കിട്ടിയിട്ടില്ല ഇതുവരെ. ഭക്ഷണം പച്ചവെള്ളം കുടിക്കില്ല, പച്ചവെള്ളം. ചോറൊക്കെ വണ്ടിയിൽ ഇരിപ്പുണ്ട്. കിട്ടുമ്പോൾ 4 മണി 5 മണി ആവും വണ്ടിയിൽ പോയി കഴിക്കുന്നു. വണ്ടി എവിടെയാണെന്ന് അറിയാൻ പാടില്ലല്ലോ. വണ്ടി കിട്ടി ചോറ് എന്തെങ്കിലും മേടിച്ചിട്ട് വരണോ? നിങ്ങൾ നമുക്ക് മേടിച്ചിട്ടുള്ള കാര്യമൊന്നുമില്ല. അപ്പോൾ നരേന്ദ്രമോദിനെ കുറിച്ച് എന്താ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ? ഇതിനെപ്പറ്റി ഇപ്പോൾ എല്ലാവർക്കും ഒരു അഭിപ്രായമുണ്ട്. ഒരുപാട് സേവനങ്ങളും ഒരുപാട് ആനുകൂല്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, തിരക്കേടില്ല. പൊതുവെ എല്ലാവർക്കും ഇപ്പം എല്ലാവരും ഇങ്ങോട്ട് ചേക്കേറുമല്ലേ, കമ്മ്യൂണിസ്റ്റുകാർ വരുമല്ലേ ഇങ്ങോട്ട്. എത്ര പേര് ചാടിയേക്കണു ഈ തവണ. മോദിയുടെ അടുത്തേക്കാണ് അധികം പേരും അല്ലേ. അവിടുന്ന് പിണറായിയുടെ പാർട്ടിയിൽ നിന്ന് അവരെ ഉപേക്ഷിച്ച് ഇപ്പോൾ ഇങ്ങോട്ട് മോദിയുടെ അടുത്തേക്ക് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഞാനെന്നും ടി വി കാണുന്ന കേട്ടോ അതൊക്കെ. ഇപ്പോൾ കേരളത്തിൽ നരേന്ദ്രമോദി മോഡൽ ഭരണം ആഗ്രഹിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും, അതുകൊണ്ടല്ലേ ഞങ്ങൾ വന്നത്. ഞങ്ങൾ വരാൻ കാരണം പുള്ളി സപ്പോർട്ട് ചെയ്യണമല്ലോ ഞങ്ങൾ. അപ്പോൾ അതിനുവേണ്ടിയല്ലേ വെയിലും കൊണ്ട് വന്നത്. അതെ, തീർച്ചയായിട്ടും നല്ല ഭരണം വരട്ടെ എന്നാണ്. വളരെ എന്താ എൻ്റെ വീട് കോതമംഗലത്ത്. ഇത് എവിടെ വന്നാലും കിട്ടും, എല്ലായിടത്തും. അല്ലേ അതെ, എന്താ പറയണ്ടേ? എൻ്റെ വീട് കോതമംഗലത്താണ്. എൻ്റെ പേര് ജോണി എന്നാണ്. കർഷക വാർഡ് കിട്ടിയാണ്. കൃഷി വളരെ ജോലിയായിരുന്നു. കർഷക വാർഡ് കിട്ടിയതാണ്. ഒരുപാട് പഴങ്ങൾ വീട്ടിൽ കൃഷി ചെയ്തിട്ടുണ്ട്. 10-30 ഇനം പഴവർഗ്ഗങ്ങളൊക്കെ ഉണ്ട് എൻ്റെ അടുത്ത്. അതൊക്കെ നോട്ടം മേൽനോട്ടമാണ്. അപ്പം മോദി ഇന്ന് വരാൻ സമയം ഉണ്ടായിട്ടില്ല. അപ്പോൾ മോദി ഇങ്ങനെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ സമയം മെനക്കെട്ട് ഇങ്ങോട്ട് പോകുന്നു. ഭക്ഷണമൊന്നും വിഷയമല്ല. ഭക്ഷണം ഇല്ലെങ്കിലും മോദീനെ കാണുക, പ്രസംഗം കേൾക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനുവേണ്ടി വന്നു. അപ്പോൾ പുള്ളിയുടെ ഒരു നല്ല ഭരണം വരട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. ഞാൻ കോതമംഗലം സ്വദേശിയാണ്. എന്തിനാണ് BJP-യിലോട്ട് നിങ്ങൾ അട്രാക്റ്റഡ് ആയത്? ഞാൻ നേരത്തെ മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഒരു അനുഭാവിയായിട്ട് കഴിയുമായിരുന്നു. പിന്നെ മോദിയുടെ രംഗപ്രവേശം കണ്ട് ആകർഷണമായിട്ട് വന്നതാണ്. CPM-ൽ നിന്ന് BJP-യിലേക്ക് പോയി മാറിയതാണ്. ചില്ലറ ധൈര്യം പോരല്ലോ. അതെ. അല്ല, ഞാൻ എല്ലാം വീക്ഷിച്ചിട്ട് നല്ലതെന്ന് തോന്നിയതിനെ സ്വീകരിക്കുന്ന ഒരു നിലപാടാണ് ഞാൻ സ്വീകരിച്ചത്. അങ്ങനെ മോദിയെ ഇഷ്ടപ്പെട്ട് കൂടിയതാണ്. നരേന്ദ്രമോദിനെ കാണാൻ വേണ്ടി നരേന്ദ്രമോദി ലോക നേതാവാണ്. അതുകൊണ്ട് തന്നെ ഈ കേരള ജനത ഈ ഭരണം ഈ കേരളത്തിൻ്റെ ഭരണം ഇനി നരേന്ദ്രമോദി കയ്യിൽ ഏൽപ്പിച്ചിട്ടേ ഞങ്ങൾ അടങ്ങുള്ളൂ. ലോകത്തിലെ ഏറ്റവും വലിയ ജനകീയ നേതാവായിട്ട് ലോകം അംഗീകരിക്കുന്ന ഒരു വ്യക്തിയാണ് നരേന്ദ്രമോദി. അത് ഇന്നത്തെ ഈ പ്രകടനത്തിൽ നിന്നും ജനങ്ങൾക്കത് ബോധ്യപ്പെടണം. കേരള ജനത്തിനും ബോധ്യപ്പെടാൻ കുറച്ച് സാവധാനം വരും, കുറച്ച് സമയം എടുക്കും. കാരണം കേരളത്തിൽ ഞങ്ങൾ ഉത്തരേന്ത്യയിൽ പോലുള്ള ജനങ്ങളുടെ അത്രയും ബോധമൊന്നും ഉണ്ടായിട്ടില്ല. വെറുതെ ജനങ്ങളിവിടെ സ്ഥിതിധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളം പ്രബുദ്ധരാന്ന് പറയുന്നുണ്ടെങ്കിലും അത് വെറും വാക്കുകൾ മാത്രമേ ഉള്ളൂ. കേരളം ഒരിക്കലും പ്രബുദ്ധരല്ല. ഉത്തരേന്ത്യയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കേരളം പ്രബുദ്ധരായിട്ടില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ ഭരണം മാറി മാറി വരുമ്പോൾ അവർക്ക് ജനങ്ങൾക്ക് ബോധമുള്ളതുകൊണ്ടാണ് കേന്ദ്ര ഭരണം മാറി മാറി വരുന്നത്. കോൺഗ്രസ് 70-75 കൊല്ലം ഭരിച്ചു. അത് കഴിഞ്ഞാൽ ചെറിയ സർക്കാരുകൾ പിന്തുടർന്ന് വന്ന് ഇതെല്ലാം തട്ടിത്തെറിപ്പിച്ച് ചിലപ്പോൾ നരേന്ദ്രമോദിയുടെ 14 വർഷം നരേന്ദ്രമോദിയുടെ കയ്യിൽ കിട്ടിയതിന് ശേഷം
ഇനി ഒരിക്കലും മറ്റൊരു രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇന്ത്യ രാജ്യം ഭരിക്കാൻ സാധ്യതകളില്ല, ഞങ്ങൾ ഏൽപ്പിക്കുകയില്ല. നരേന്ദ്രമോദി ഉള്ളിടത്തോളം കാലം ഈ രാജ്യത്തിൻ്റെ ഭരണം നരേന്ദ്രമോദിയുടെ കരങ്ങളിൽ തന്നെ ആയിരിക്കും. സ്വയം ഒന്ന് പരിചയപ്പെടുത്താമോ? സ്വയം എൻ്റെ വീട് പെരുമ്പാവൂർ കൂടാലപ്പാട് ശിവൻ മലയിൽ. ചേച്ചി ഒന്ന് സ്വയം പരിചയപ്പെടുത്താം. എൻ്റെ പേര് ശ്യാമള മനോഹരൻ. ഞാൻ കോതമംഗലത്ത് നിന്നാണ് വരുന്നത്. എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിജിന് ഇത്രത്തോളം ഒരു ആരാധന ഇഷ്ടമൊക്കെ? നരേന്ദ്രമോദിജി ഇപ്പോഴല്ലേ ആയത്? ഞാൻ 38 വർഷം മുമ്പ് BJP-യിൽ വന്നയാളാണ്. അന്ന് നരേന്ദ്രമോദിജി ഇല്ല, ആരുമില്ല. അന്ന് അടൽ ബിഹാരി വാജ്പേയിയുടെ അതിനു മുമ്പ് BJP-യിൽ അറിയാമോ? അന്ന് വന്നതാണ് ഞാൻ. ഇത്രയും വർഷമായി. ഇന്ന് വരെ മാറി മറിഞ്ഞും ഒന്നും വേറൊരു പാർട്ടിയിൽ പോകാതെ എന്നെങ്കിലും ഒരു സമയത്ത് ഞാൻ ജീവിച്ചിരിപ്പില്ലെങ്കിലും കേരളം ഭരിക്കുന്ന എന്നെങ്കിലും എൻ്റെ മക്കളിലൂടെ ആണെങ്കിലും കാണാമെന്നുള്ളൊരു വിശ്വാസം. ഇപ്പോൾ അന്ന് കേന്ദ്രവും ഇല്ലായിരുന്നു, ഒന്നും ഇല്ലായിരുന്ന സമയത്തല്ലേ BJP-യിൽ. ഇന്നും ആ ഉറച്ച് തന്നെ നിൽക്കുന്നു. അതിന് BJP-യിൽ തന്നെ മാറി ആരൊക്കെ മാറി മറിഞ്ഞാലും ഞാൻ ഒരു മാറ്റം ഉണ്ടാകില്ല. പിന്നെ എങ്ങനെയാണ് ചേച്ചി BJP-യിലേക്ക് വന്നത്? BJP-യിലേക്ക് വന്നതെന്ന് പറഞ്ഞാൽ കൊണ്ട് എൻ്റെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡ് പിന്നെ RSS-കാരനായിരുന്നു. അപ്പോൾ ഞാൻ കോൺഗ്രസ്സിലായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ ഇവരെ കുറ്റം പറയുമായിരുന്നു. എല്ലാവരും മരിച്ച് നിങ്ങൾ തന്നെ ആകണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ, RSS-കാരെ എനിക്ക് ഇഷ്ടമല്ലെന്ന്. പക്ഷേങ്കിൽ കല്യാണം കഴിഞ്ഞ് ചെന്ന് 2 ആഴ്ച കഴിഞ്ഞപ്പം പത്തനംതിട്ട വെച്ച് RSS-ൻ്റെ ഒരു വലിയ പരിപാടി ഉണ്ടായിരുന്നു. അതിന് പോയി ഞാൻ. എന്നെയും കൊണ്ടുപോയി. കല്യാണം കഴിഞ്ഞ ഉടനെ ഇല്ലയോ, അന്ന് ഞാൻ പോയി. അന്നാണ് ഞാൻ ശരിക്കും 87-ൽ BJP-യിലോട്ട് ഞാൻ മാറി. RSS-ൽ നിന്ന് BJP-യിലാണ്. അങ്ങനെ ഇന്നും ആ BJP-യിൽ തുടർന്ന് തന്നെ പോകുന്നു. 2000-ൽ പഞ്ചായത്ത് ഇലക്ഷന് നിന്നു. അന്നൊന്നും ഇല്ലല്ലോ, നമ്മൾ നാമമാത്രമല്ലയോ. എന്നാലും അന്ന് ആ പഞ്ചായത്തിൽ ഒരു ചെറിയ ഭൂരിപക്ഷത്തോടുകൂടി നിൽക്കാൻ പറ്റി, ജയിച്ചില്ലെങ്കിലും. അതുപോലെ തന്നെ ഇന്നും ഇങ്ങനെ തുടർന്ന് പോവുകയാണ്. ഇനി മരണം വരെയും BJP-യിൽ നിന്ന് വേറൊരിടത്തോട്ട് പോകുന്ന പ്രശ്നമില്ല. അങ്ങനെ തന്നെ തുടരണമെന്ന് ആഗ്രഹിക്കും. ഇപ്പോൾ കേരളത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചത് ഒരു ചരിത്ര വിജയമായിരുന്നു. ശരിക്കും ആരും പ്രതീക്ഷിച്ചിട്ടില്ല. ഇപ്പോൾ ചേച്ചി പറഞ്ഞാലും 35 വർഷമായിട്ട് BJP-യിൽ നിന്നിട്ട് അങ്ങനെ ഒരു രംഗം കണ്ടിട്ടുണ്ടാവില്ല. ചേച്ചിയുടെ കണ്ണുകളൊക്കെ ഇപ്പം നിറയുന്നുണ്ട്. അത്രത്തോളം BJP-നെ അത്രത്തോളം വളർന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ടോ? അത്രത്തോളം വളർന്ന് കാണണമെന്നും എനിക്ക് പിന്നെ ഏറ്റവും ഭയങ്കര ആഗ്രഹമായിരുന്നു. നമ്മുടെ പുള്ളിക്കാരി ജയിക്കണമെന്നുള്ള ഇത്. ഇപ്പം ജയിച്ചില്ലേ, നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ച ശ്രീലേഖ IPS ജയിക്കണമെന്ന് ഞാൻ ശരിക്കും അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുകയും കൂടെ ചെയ്ത ഒരു വ്യക്തിയാണ്. ആ പുള്ളിക്കാരിനെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. IPS കാര്യം വന്നിട്ട്. കാരണം എന്നാന്ന് ചോദിച്ചാൽ പുള്ളിക്കാരി വെറും ഒരു BJP-യിലോട്ട് വന്നയാളല്ല. ആ പുള്ളിക്കാരിക്ക് നിയമവും കാര്യങ്ങളും എല്ലാം അറിയാവുന്നവരല്ലേ. അപ്പോൾ അത് ജയിക്കണമെന്ന് എനിക്ക് ഭയങ്കരമായിട്ടൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ അത് എനിക്ക് നമ്മുടെ വേറെ ഒന്നും കിട്ടിയില്ലെങ്കിലും തിരുവനന്തപുരം കിട്ടിയല്ലോ. അതുകൊണ്ട് ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. ഒരുപാട് സന്തോഷം എനിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയത്. പിന്നെ എൻ്റെ മരണശേഷമാണെങ്കിലും കേരളം ഭരിക്കുന്നതും എൻ്റെ മക്കളിലൂടെ ആണെങ്കിലും കാണണമെന്നൊരു ആഗ്രഹത്തോടു കൂടിയായിരിക്കണം. അത്രയ്ക്ക് ഇഷ്ടമുണ്ട് എനിക്ക് BJP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട്. BJP-യിൽ ശോഭാ സുരേന്ദ്രനടക്കം ശക്തയായിട്ടുള്ള വനിതാ നേതാക്കളുണ്ട്. ശോഭാ സുരേന്ദ്രനൊക്കെ ഒരു വനിതാ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ പോലും പരിഗണിക്കാൻ പറ്റുന്നത്ര കഴിവുള്ള, നല്ല പ്രാസംഗിക തലത്തിലാണെങ്കിലും ഒക്കെ കഴിവുള്ള ഒരാളാണ്. അപ്പോൾ അവരുടെയൊക്കെ ഒരു പോക്കിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നമ്മൾ അവരുടെയൊക്കെ പോക്കിനെന്ന് പറയുമ്പോഴുണ്ടല്ലോ, അവരൊക്കെ നമ്മൾ ഇരുന്നിട്ട് കാല് നീട്ടാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. എന്നാണെന്നറിയാമോ, ഇപ്പം നേരത്തെ BJP-യിലുണ്ടായിരുന്ന ആൾക്കാരൊന്നും ഇപ്പോൾ ഇല്ല. ഈ എല്ലാ പാർട്ടിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ പ്രശ്നങ്ങളുണ്ട്. ആ രീതിയിലാണ് BJP-യും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം 38 വർഷം അല്ലെങ്കിൽ 35 വർഷം മുമ്പുണ്ടായിരുന്ന ആൾക്കാരൊന്നും അല്ല ഇന്ന് BJP-യുടെ തലപ്പത്ത് അല്ലേ. അപ്പോൾ ഇപ്പോൾ ഇതുപോലെയുള്ള ആൾക്കാർ ഇനി വന്നു കഴിഞ്ഞാൽ കൊണ്ട് നമ്മൾ ഏത് പാർട്ടിയിൽ വിശ്വസിക്കുന്നതല്ല, ജനങ്ങളെ എല്ലാവരെയും ഒരുപോലെ കൊണ്ടുപോകാനും ഒരുപോലെ സ്നേഹിക്കാനും ഒരു മനസ്സുണ്ടാവണം. അങ്ങനെയുള്ളവർ എവിടെ നിന്നാലും നല്ല രീതിയിൽ ഭരണവും വരും, എല്ലാം കൊണ്ടും നല്ല രീതിയിൽ നമ്മുടെ കേരളത്തെ കൊണ്ടുപോകാനും സാധിക്കും. അങ്ങനെ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ തെരഞ്ഞെടുപ്പ് വരാനായിട്ട്. BJP കൂടുതൽ അക്കൗണ്ടുകൾ തുറക്കും എന്ന് പ്രതീക്ഷയുണ്ടോ? എനിക്ക് പ്രതീക്ഷയുണ്ട്. സാധ്യതാ മണ്ഡലങ്ങളും പ്രദേശങ്ങളും ഏതൊക്കെയാണ്? പ്രഡിക്ഷൻ നടത്താൻ പറ്റും? അങ്ങനെ പറയുമ്പോൾ എനിക്ക് അതൊക്കെ ഇപ്പം നമുക്ക് പറയാൻ പറ്റത്തില്ല. ഏകദേശം ഒരു 3-4 പേരെങ്കിലും ജയിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അത്ര ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. നമ്മൾ കുന്നോളം ആഗ്രഹിച്ചാലേ കുന്നുക്കുരോളം കിട്ടുമെന്നൊരു പഴഞ്ചൊല്ലുണ്ട്. പക്ഷേ ഞാൻ അത്രേ ആഗ്രഹിക്കുന്നുള്ളൂ. അത്രയും കിട്ടിയാൽ മതി.
RSS അടക്കം 100ാം വാർഷികത്തിൽ എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ 100 വർഷം തികയുമ്പോൾ ഇന്ത്യയിൽ തന്നെ ഇത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള വേറൊരു പ്രസ്ഥാനമില്ല. പക്ഷെ അതൊരു നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷൻ ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഒരു RSS കാരൻ അല്ലെങ്കിൽ ഒരു RSS കാരി ആവാനുള്ള യോഗ്യത എന്താണ്? RSS ആകാനുള്ള എല്ലാവരും നമ്മൾ ഒരുപോലെ സ്നേഹിക്കുകയും കാര്യങ്ങൾ ചെയ്യണം. എല്ലാം നല്ല മനസ്സോടുകൂടി നല്ല പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാലെ കൊണ്ട് എല്ലായിടത്തും എവിടെയാണേലും ശോഭിക്കാൻ പറ്റും നമുക്ക്. അങ്ങനെ എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കാനുള്ളൊരു ഇതാകട്ടെ എന്നുള്ളതാണ് എൻ്റെ. ചേച്ചി 35 വർഷമായി. BJPനെ കുറിച്ച് സാധാരണ കേരളത്തിൽ പരത്തുന്ന ഒരു പ്രചരണം അതൊരു വർഗീയ പാർട്ടിയാണ് എന്നൊക്കെയാണ്. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ്? അതിലൊരു സത്യവും ഇല്ല. അങ്ങനെ ഒരു സത്യവും ഇല്ല. ആർക്ക് വേണേലും BJPയിൽ വരാം, RSSൽ ആർക്ക് വേണേലും പോകാം, ഒരു ഇതുമില്ല. നമ്മുടെ മനസ്സാണ്, നമ്മൾ എന്തിൽ പോകുന്നു അതിൽ ഉറച്ചു നിൽക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി മറിഞ്ഞ് നിന്നിട്ട് ഒരു കാര്യമില്ല. മതം ഒരു പ്രശ്നം. മതം എന്തിനാ അങ്ങനെ നമ്മൾ മതം നോക്കുന്നുണ്ട്? മനുഷ്യനെ സ്നേഹിക്കുക, മതത്തെ സ്നേഹിക്കേണ്ട കാര്യമില്ല. മതം കൊണ്ടുപോകണോ ഇല്ലയോ എന്നുള്ള നമ്മുടെ വ്യക്തിപരമായ കാര്യമല്ലേ. നമ്മൾ മനുഷ്യനെ സ്നേഹിക്കുക, എല്ലാ മതങ്ങളും ഒരുമിച്ച് കൊണ്ടുപോയി മനുഷ്യനായിട്ട് സ്നേഹിക്കുകയാണെങ്കിൽ എവിടെയാണേലും വിജയം ഉണ്ടാവും. അതുതന്നെയാണ് BJPയുടെ ഒരു അജണ്ട. അങ്ങനെ തന്നെയാണ് BJP അങ്ങനെ സ്നേഹിക്കണം എല്ലാവരും നല്ല സ്നേഹത്തോടും സഹോദരങ്ങളുടെ പോലെ തന്നെയാണ്. ഇത്രയും വർഷങ്ങളായിട്ടും ഞാൻ ഓരോരുത്തരുമായിട്ട് ഇടപെട്ടിട്ടും ഉണ്ട്. നേരത്തെ നേതാക്കന്മാരും ഒക്കെ ആയിട്ട് എനിക്ക് എൻ്റെ വീട്ടിൽ വരികയും എടുക്കും എല്ലാം ചെയ്തിട്ട് അന്നേരം എനിക്കറിയാം. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് തന്നെ നല്ലൊരു സുരക്ഷിതവും നല്ലൊരു ഇതുമുണ്ട്. നമ്മൾ അങ്ങനെ നല്ലതായിട്ട് നിന്നാൽ നമുക്ക് നല്ലൊരു ഭാവി ഉണ്ടാവും. നരേന്ദ്രമോദിജിനെ നമുക്ക് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. ഫസ്റ്റിൽ കാണാൻ വന്നതാണ്, പക്ഷെ കാണാനും സാധിച്ചില്ല. അതിൻ്റെ ഒരു സങ്കടം എനിക്ക് ഭയങ്കരമായിട്ടുണ്ട്. ഇന്നിപ്പോൾ കാണാൻ പറ്റുന്ന പ്രതീക്ഷയാണ്. ഇത് വന്നാൽ കാണാമെന്നുള്ള ഒറ്റ പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. കാണാൻ പറ്റട്ടെ എന്തായാലും. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. ചേട്ടാ, നരേന്ദ്രമോദിനെ കാണാൻ വേണ്ടി നിൽക്കണം. അതെ. നരേന്ദ്രമോദിയുടെ ആരാധകനാണോ? അതെ. എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിന് ഇത്ര ഇഷ്ടം? ഞങ്ങൾക്ക് പുള്ളി പല സഹായം സത്യസന്ധന മിഷനാണ്. നല്ല ഒരു സപ്പോർട്ടുള്ളതാണ്, നല്ലൊരു വ്യക്തിയാണ്, അഴിമതിയില്ല. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ കാര്യങ്ങൾ ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകനാണ് മോഡിജി. അപ്പോ കേരളത്തിൽ ഇപ്പോഴത്തെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? കള്ളന്മാർ പോയിട്ട് ഒരു നല്ല ആൾ വരട്ടെ, അതല്ലേ നമ്മൾ ചിന്തിക്കണ്ടേ. മാറ്റം വരട്ടെ, കേരളം ഒരു മാറ്റം വരട്ടെ. കേരളം ഇങ്ങനെ നിന്നാ പോരാ. കേരളം ഒരു പോട്ടെ, കള്ളന്മാർ പോയിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുക, ഒരു രക്ഷയില്ല. പോട്ടെ, എല്ലാവരും പോട്ടെ. അഴിമതി നിറഞ്ഞ ഭരണമാണ്. അഴിമതി പെൺവാണിഭവും ഒക്കെ നടത്തുന്ന ഗണേഷ്കുമാർ കുഴപ്പമില്ല, നമുക്ക് അറിയാവുന്നല്ലോ. അപ്പോൾ ഇതെല്ലാം പോയിട്ട് ഇതൊന്നും ഇല്ലാത്ത ഒരു ഭരണം വരട്ടെ. ഭരണം. മോദിജി ഇപ്പോൾ കേരളത്തിൽ ഇത് കലൂര് വന്നിരിക്കുന്നത് തന്നെ ഈ വരുന്ന തെരഞ്ഞെടുപ്പിന് ഒരു തരംഗം സൃഷ്ടിക്കാനാണോ? അതെ, കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയാണ് പുള്ളി കാത്തിരിക്കുന്നത്. അതിനകത്ത് മുഖ്യമന്ത്രി വികസിച്ചിരിക്കുക. അവരൊക്കെ പറയുമ്പോൾ പൊട്ടന്മാരല്ലേ സത്യത്തിൽ. BJP കേരളം तुम नरेंद्र मोदी का फैन है? हाँ है ना, वो तो राष्ट्र का फैन है ना, पूरा इंडिया का फैन है ना वो. उसको सब पसंद करते हैं ना उसको, इसीलिए देखने आए हैं. ओके. क्या क्या पसंद है नरेंद्र मोदी के? जो भी हमारा देश का जो डेवलपमेंट जो करते हैं, जो हमारा अभी जैसे कि केरला का केरलम नाम रखा हुआ है, वैसा ही संस्कृत सब जो इंडिया का जो कल्चर जो वो फॉलो करके चल रहे हैं, वही अच्छा लगता है. तुम्हारा नाम? शिवा. ओके, थैंक यू. ചേട്ടാ, നരേന്ദ്രമോദിജിനെ കാണാൻ വേണ്ടി കാണോ? പ്രതീക്ഷയിലാണ്. നരേന്ദ്രമോദിജി ഇപ്പോൾ കേരളത്തിൽ വന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്താണ്? ഇന്ത്യയുടെ ഈ കേരളത്തിലെ സംസ്ഥാന ഭരണത്തിലേക്ക് കാഴ്ചവെക്കുന്നതിന് വേണ്ടി, കുറച്ച് MLA വരെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ആ ഒരു ഒറ്റ ഉദ്ദേശത്തോട് മാത്രമാണ്. ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ഒരു തരംഗം സൃഷ്ടിക്കും എന്ന് തോന്നുന്നുണ്ട്? ഉറപ്പായിട്ടും ഉണ്ടാവും. 30-35 സീറ്റ് ഉണ്ടാവും. ചരിത്രത്തിൽ ആദ്യമായിട്ട് കേരളത്തിൽ BJP ഭരിക്കാൻ പോകുന്നു. അല്ലെ, നിങ്ങൾക്ക് നരേന്ദ്രമോദി ഫാനാണോ? ഫാനാണ്. ഈ രാജ്യത്തിന്റെ പുരോഗതിയാണ് മോദിയുടെ ലക്ഷ്യം. അതുകൊണ്ട് മോദിയുടെ കൂടെ നിൽക്കുന്നു. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കണ്ട് ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ്. അവർ ഈ തവണത്തെ ഇലക്ഷൻ എങ്ങനെ നേരിടും എന്നുള്ള ധാരണയിലാണ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും നിൽക്കുന്നത്. രാജ്യത്തിന്റെ പുരോഗതി കണ്ട് ജനം ഇത് അഴിമതി ഭരണം 10 വർഷത്തേക്ക് മാറ്റിയിരുത്തി. ഇപ്പോൾ രാജ്യത്തിന്റെ പുരോഗതി വമ്പൻ പുരോഗതിയാണ്. ആ പുരോഗതി കണ്ട് ഇവിടെ പാലങ്ങൾ, റോഡുകൾ ഇതെല്ലാം വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാം ഈ 10 വർഷക്കാലം കോൺഗ്രസിനെ മാറ്റി നിർത്തി ഭരണം നടന്നപ്പോൾ രാജ്യത്തിന്റെ പുരോഗതി, അഴിമതിരഹിത പുരോഗതി എന്താണെന്നുള്ളത് മനസ്സിലായി. എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിജിനെ ഇത്രത്തോളം ഇഷ്ടപ്പെടാൻ കാരണം? നമ്മുടെ പ്രൈം മിനിസ്റ്ററാണ്. ഒരുപാട് വികസനങ്ങൾ നടത്തിയിട്ടുണ്ട്. നരേന്ദ്രമോദിയെ നേരിട്ട് കാണണമെന്നുണ്ട്, അതിനാണ് വന്നിരിക്കുന്നത്. കണ്ടിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഇല്ല. പക്ഷെ ഇപ്പോൾ ഭയങ്കര തിരക്കാണ്, ആൾക്കാരെ കുറേ പേര് ഇവിടെ കാണാതെയൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എവിടെ നിന്നാണ് വരുന്നത്?
ഞങ്ങളിവിടെ അടുത്താണ് ഓഫീസ്, ഞങ്ങളുടെ ഓഫീസ് അടുത്താണ്. അപ്പോൾ എന്തായാലും കാണാമെന്ന് വെച്ച് വരികയാണ്. അത്രത്തോളം ആരാധനയോ? കാണണമല്ലോ, പ്രധാനമന്ത്രിയല്ലേ, ഒരു റെസ്പെക്റ്റ് വേണ്ടേ? തീർച്ചയായിട്ടും. അല്ല, കേരളത്തിൽ ഇപ്പോൾ നിലവിലത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ കുറിച്ചൊക്കെ എന്താണ് വിലയിരുത്തൽ? അത്രത്തോളം നോക്കാറുണ്ടോ കാര്യങ്ങളൊക്കെ? നമ്മുടെ നാടിപ്പോൾ ഒരു 10 വർഷമായിട്ട് LDF ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഭരണമാറ്റമൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെ അറിയില്ല. പക്ഷെ നരേന്ദ്രമോദിന് ഇഷ്ടമാണല്ലേ? അതെന്താണ് അങ്ങനെ ഇഷ്ടം വരാൻ കാരണം? ഒരുപാട്, ഞാൻ പറഞ്ഞില്ല, ഒരുപാട് വികസനം, ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിലേതെങ്കിലും ഒരു അറിയാവുന്ന നല്ല കാര്യങ്ങളൊന്ന് പറയാം. അതായത് എനിക്ക് മെയിനായിട്ട് ഇഷ്ടം ഈ നമ്മുടെ മൈ ഗവൺമെൻറ് എന്നൊരു വെബ്സൈറ്റ് ഉണ്ട്. അതിൽ കുറേ ക്വിസും കുറേ സർട്ടിഫിക്കറ്റ്സും അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്, ക്വിസസ് ഉണ്ട്. അപ്പോൾ ഞാൻ അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്കൊരു ടച്ച് ഉണ്ടാവും എല്ലാമായിട്ട്. സ്വയം ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് അർപ്പണ, ഞാൻ മട്ടാഞ്ചേരിയിലാണ് എൻ്റെ വീട്. എന്ത് ചെയ്യാണ്? ഞാൻ ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. അപ്പോൾ ഒരു സ്റ്റുഡൻ്റ് എന്നുള്ള നിലയിലും ജോലി അന്വേഷിക്കുമ്പോഴൊക്കെ ഹെൽപ്പ് ചെയ്തത് ആണോ ഇപ്പോൾ പറഞ്ഞത്? അതെ, സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ ഈവൻ ഇപ്പോഴും നമുക്ക് കുറേ നോളേജ് ഞാൻ പറഞ്ഞില്ല, ഈ വെബ്സൈറ്റിൽ നിന്നൊക്കെ നമുക്ക് കുറേ കിട്ടാറുണ്ട്. അതൊക്കെ നരേന്ദ്രമോദിജിയുടെ ഒരു കോൺട്രിബ്യൂഷൻ ആണോ? അതെ. അതിന് മുമ്പ് അങ്ങനെ മൈ ഗവൺമെൻറ് അങ്ങനെ അത്രയും ആക്റ്റീവ് അല്ലായിരുന്നു ആ സൈറ്റൊന്നും. ഓക്കെ, താങ്ക് യു സോ മച്ച്. സ്വയം ഒന്ന് പരിചയപ്പെടുത്താമോ? ഡോക്ടർ വെങ്കിട്ടരാമൻ. ഓക്കെ, ഇപ്പോൾ കലൂര് നരേന്ദ്രമോദിജി വരികയാണ്. എത്രത്തോളം എക്സൈറ്റഡ് ആണ് നിങ്ങൾ? നരേന്ദ്രമോദിജിയെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എവിടെ നിന്നാണ് വരുന്നത്? പനമ്പള്ളി നഗർ ജംഗ്ഷൻ. എത്രത്തോളം എക്സൈറ്റഡ്? ഇന്നലെ രാവിലെ മുതൽ ആലോചിച്ചുകൊണ്ടിരിക്കുക, അത്ര എക്സൈറ്റഡാണ്. ഇന്നലെ രാവിലെ മുതൽ എങ്ങനെ എത്തും, എവിടെ കാണും, എങ്ങനെയൊക്കെ കാണും എന്ന് മാത്രമല്ല, കഴിഞ്ഞ 2 ദിവസമായിട്ട് PM-ൻ്റെ പ്രോഗ്രാമൊക്കെ ഇങ്ങനെ ട്രെയിൽ ചെയ്തുകൊണ്ടിരിക്കുക. എങ്ങനെ എവിടേക്കാണ് എന്താണ്. ഇന്ന് രാവിലെ മുതൽ ഫുൾ ടൈം TV കണ്ടുകൊണ്ടിരിക്കുക. ആ പ്രോഗ്രാമും അവിടുത്തെ തിരക്കും അവിടുത്തെ ആവേശം കണ്ടപ്പോൾ നമുക്ക് ആവേശം കൂടി. അത് കാരണം എങ്ങനെയെങ്കിലും അകത്ത് കയറാനുള്ള ഒരു പരിപാടിയൊക്കെ ആയിട്ട് വന്നിരിക്കുക. നരേന്ദ്രമോദിജി ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇതിനു മുമ്പ് എങ്ങനെയുള്ള പ്രോഗ്രാമിന് കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട് നേരെ കണ്ടിട്ടില്ല. അത് ആദ്യത്തെ അവസരം. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഇത്രത്തോളം ഇഷ്ടം, ഇത്രത്തോളം ഒരു ആരാധന പോലെ തോന്നുന്നത്? എന്തുകൊണ്ട്? നമ്മൾ 10 കൊല്ലമായിട്ട് അങ്ങനെ കാണുന്നുണ്ട്. ആദ്യത്തെ കൊല്ലം അങ്ങനെ ഭരിക്കുമ്പോൾ എനിക്ക് തന്നെ ഡൗട്ട്ഫുള്ളായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഓരോ ചിന്താഗതിയാണല്ലോ, നമുക്കൊരു കോസ്മോപൊളിറ്റൻ ഔട്ട്ലുക്ക് അല്ലേ. പക്ഷേ ഈ ഭരണങ്ങളല്ല, അങ്ങേര് ചെയ്ത 10 കൊല്ലത്തിൽ ചെയ്ത കുറേ യോജനാസ് ഉണ്ട്. മനുഷ്യർക്ക് നന്മയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് തോന്നുമ്പോൾ രാജ്യത്തിന് നന്മ ചെയ്യുന്ന മനുഷ്യൻ അങ്ങേരായിട്ടാണ് കാണുന്നത്. അത് ഈ 10 കൊല്ലം കൊണ്ട് ഇഷ്ടം കൂടിയതാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം അങ്ങോട്ട് ഇഷ്ടമായി നമുക്ക് അങ്ങേരെ. ആദ്യം ഒരു ഡൗട്ട് ഉണ്ടായിരുന്നല്ലേ? ആദ്യമൊക്കെ തുടങ്ങുമ്പോൾ അങ്ങേരെ എന്താണ് നമുക്കറിയില്ല, പുതിയതാണല്ലോ അങ്ങേര്, പുതിയ ആളാണല്ലോ. അതിന് മുമ്പ് വേറെ പല ആൾക്കാരും ഭരിച്ച് പുതിയ ഭരണം എങ്ങനെയാകും എന്തൊക്കെയോ എല്ലാവർക്കും നമുക്ക് ഉണ്ടാവും. പക്ഷേ അത് നമുക്ക് ഓരോ കൊല്ലം കൂടി മാറി ഇത്തവണ വന്നപ്പോൾ നമുക്ക് കംപ്ലീറ്റ് മനസ്സിലായി, ഒരു രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനായിട്ട് നമുക്ക് തോന്നും. ഇപ്പോഴും കേരളത്തിൽ നരേന്ദ്രമോദിജിയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുള്ള ആളുകളോട് എന്താണ് പറയാനുള്ളത്? എന്തിനെ പറ്റിയ ഡൗട്ട് അവർക്ക്? ഈ ഡൗട്ട് എല്ലാവർക്കും ഉണ്ട്. ഇപ്പം എൻ്റെ വീട്ടിൽ പോയി എനിക്ക് എല്ലാവരും പറ്റിയ ഡൗട്ടാണ്. ആ ഡൗട്ടിലൂടെ നമുക്ക് നന്നാക്കാൻ പറ്റില്ല. മനസ്സിലാവും, ശരിയല്ലേ? ഡൗട്ട് എല്ലാവർക്കും എല്ലാവരെ പറ്റിയാണ് നോക്കണ്ട. ഒക്കെ തനിയെ ഇത് ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞത്? 10 കൊല്ലം എനിക്ക് എന്തുണ്ടായിരുന്നു? ആദ്യം ഡൗട്ട് ഉണ്ടായിരുന്നു, മാറിയില്ലേ? അത് അവർ കഷ്ടമാണ്, അവർ കഷ്ടകാലമാണ്. അവരുടെ ഡൗട്ട് മാറാൻ സമയം കൂടുതലെടുക്കുന്നത്. 2 പറയാനാണ് മാറും. നിലവിലെ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ ഒരു നരേന്ദ്രമോദിജി മോഡൽ വരണം എന്നാഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഡെവലപ്മെൻറ്റിന് ഇതിന് ഞാൻ കോളേജിലെ പ്രൊഫസറായിരുന്നു. കുട്ടികൾക്ക് കിട്ടേണ്ട അവസരം കേരളം ഞാൻ നോക്കുമ്പോൾ ആകമാനം എഡ്യൂക്കേഷൻ്റെ ആസ്പെക്ട്സിൽ കണ്ടമാനം മോഡേണൈസേഷൻ വരാം. നമ്മൾ നോർത്ത് ഇന്ത്യ ഇപ്പോൾ ഗുജറാത്ത് പോയിട്ടുണ്ട്, കോട്ട പറഞ്ഞ സ്ഥലത്ത് പോയിട്ടുണ്ട്, ഹൈദരാബാദ് പോയിട്ടുണ്ട്. അവിടെയൊക്കെ ആകുമ്പോൾ എഡ്യൂക്കേഷൻ ടോട്ടലി മാറി. ഇവിടെ മോശമാണെന്നുള്ള അർത്ഥമില്ല കേട്ടോ, ഇവിടെ ഒന്നും മോശമില്ല. ഇപ്പം മോൻ ഇത് മാറ്റി ഒരു സൂപ്പർ ഡ്രസ്സ് ഇട്ട് നന്നായിരിക്കും, ഗ്ലാമർ പോലും. ഒരു ഗ്ലാമർ എഡ്യൂക്കേഷനൊക്കെ വരണമെങ്കിൽ ഭയങ്കര ഹൈഫൈ ഡെവലപ്മെൻറ്റൊക്കെ വരണം. അതിവിടെ കുറച്ച് കുറവാണ്. ഇവിടെ അത് മോശമല്ല, നല്ല രാജ്യമാണ് കേരളം. നല്ല ബുദ്ധി ഉള്ള മക്കളാണ്, പാരൻസ് വളരെ സോഷ്യലി ഡെവലപ്ഡൊക്കെയാണ്. പക്ഷേ അതായത് എൻ്റെ ചെറിയ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ഇതിൻ്റെ മീഡിയയുടെ ആളല്ലേ, പല പത്രങ്ങളിലും കാണിക്കേണ്ടത് 35-36% ആൾക്കാർ കേരളത്തിൽ നിന്ന് നിങ്ങൾ വായിച്ചു, നിങ്ങൾ ഇതിൻ്റെ പുറത്തേക്ക് പോകണം. ആൾക്കാർ പുറത്തേക്ക് പോകണം എന്തിനാണ്? അല്ല, ലീവിങ് അല്ല, പഠിക്കാൻ വേണ്ടി ആൾക്കാർ 36. ഞാൻ ആ മീഡിയയുടെ പേര് പറയും, നിങ്ങൾ സുഹൃത്തിന് നല്ല വിവരമുള്ള ആളല്ലേ, നമ്മൾ പറയാൻ തെറ്റല്ലേ. ആ ഒരു മീഡിയ പറയണത് 36% കേരളത്തിലെ പിള്ളേർ പുറത്തേക്കാണ് പോണത്. ഞാനിപ്പോൾ ഇതിൻ്റെയൊക്കെ ബന്ധപ്പെട്ട ആളാണ്. എന്നെ ആൾക്കാർ എന്താ വിളിക്കണത്? കരിയർ ഗുരു എന്നാണ്. കരിയർ ഗുരു. രാവിലെ എല്ലാ ദിവസവും 11 കൊല്ലമായിട്ട് 7:55 FM റേഡിയോയിൽ കാണാം. എന്ത് പഠിക്കണം, എന്താകണം പ്രോഗ്രാം. 10,000 സെമിനാർ നടത്തിയ ആളാണ്. അപ്പോൾ നമുക്ക് ഈ കുട്ടികളുടെ പൾസ് അറിയാം. കുട്ടികൾ നമ്മൾ ഈ സെമിനാർ നടത്തുമ്പോൾ ചോദിക്കണം, സാറേ മറ്റിടത്ത് എങ്ങനെയാണ്, ഹൈദരാബാദ് പോയാൽ എങ്ങനെയാണ്? ഇന്നലെ ഒരു കുട്ടി ചോദിച്ചു, ബാംഗ്ലൂർ പോയിട്ട് പഠിക്കണോ അല്ല ഇവിടെയാണോ അല്ല. നമ്മളെല്ലാം ഇന്ത്യയുടെ ദേശങ്ങളാണ്. എന്താണ് ഇന്ത്യയുടെ ദേശങ്ങൾ തന്നെയാണ്, അല്ല ഇന്ത്യയുടെ പാർട്ടല്ലേ. അത് വലിയ വ്യത്യാസമൊന്നുമില്ല. കേരളത്തിൽ എങ്ങനെയാണ് മോശമെന്ന് പറഞ്ഞത്. പക്ഷേ കുട്ടികൾ ചോദിക്കണ ഒരു ചോദ്യം എന്താ വെച്ചാൽ അവിടെ പോയി പഠിക്കട്ടെ എന്നാണ്. അവിടെ പോയി പഠിക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കല്യാണമൊക്കെ ആയോ? കല്യാണമായോ? അപ്പോൾ നീ അച്ഛനോട് ചോദിക്കുക, അപ്പുറത്തെ വീട്ടിലെ പെണ്ണ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം നിനക്ക് അതിലൂടെ ഇഷ്ടമുണ്ടെന്നതിൻ്റെ അർത്ഥം.
നീ ചിരിച്ചു കാണിക്കല്ലേ, ശരിയാണോ? ഇപ്പം ആൾക്കാരെന്നോട് ചോദിക്കണം അവിടെ പോയി പഠിക്കണം നല്ലതാണോ എന്ന് ചോദിക്കുമ്പോൾ അവർക്കതിനോടൊരു ലവ് പ്രീതിയുണ്ട്. ഹൈദരാബാദ്, ഹൈദരാബാദ്, കോട്ട, രാജസ്ഥാൻ, എത്ര ആൾക്കാരാണ് പോണത്? മംഗലാപുരത്ത് നിന്നൊരു കോളേജ് ഇപ്പോൾ 70% ആൾക്കാർ ആരാ? കേരളത്തുകാരാണ്. മനസ്സിലാണ്ട? അപ്പോൾ കേരളത്തിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനേക്കാൾ പറയാൻ പാടില്ല, സൂപ്പറാണ്. ഇതാണ് അല്ല, കേരളത്തിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനേക്കാൾ ഹൈദരാബാദിലൊക്കെ ഒരു ബെറ്റർ ഓപ്ഷൻ ഉണ്ടെന്നാണ് നീ തന്നെ കണ്ടുപിടിക്കണമല്ല. എന്താ അറിയാമോ, അപ്പോൾ കുറച്ച് മുമ്പ് എന്നോട് ചോദ്യം ചോദിച്ചിരുന്നു, അടുത്ത വീട്ടിലെ പെണ്ണ് ഇഷ്ടം നല്ലതാണോ അച്ഛനോട് എന്ന് പറഞ്ഞാൽ ബാക്കി ആൾക്കാർ മോശം എന്നുള്ള അർത്ഥമാണോ? അപ്പോൾ സാറ് കരിയർ ഗുരു എന്നുള്ള നിലയിൽ സാറിൻ്റെ ഒരു സജഷൻ എന്താണ്? എങ്ങനെയാവണം നമ്മുടെ കേരളത്തിലെ ഒരു? ഒന്നും വേണ്ടാന്നേ, നിങ്ങൾ ഈ ചുറ്റുപാടുള്ള ബാക്കിയുള്ള ദേശങ്ങളുണ്ട്. ഹൈദരാബാദ് എങ്ങനെയായി നിങ്ങൾക്ക് അറിയാം, നമുക്ക് പത്രത്തിലും ടി വിയിലൊക്കെയാണ് ഹൈദരാബാദ് അല്ലേ. ഗുജറാത്ത് എങ്ങനെയായി? സത്യം പറഞ്ഞാൽ ഗുജറാത്തും കേരളമൊക്കെ നോക്കുക 10-20 കൊല്ലം മുമ്പ് ആരാ മുമ്പിൽ അറിയോ? ആരാ? കേരളമായിരുന്നു മുമ്പിൽ. അപ്പോൾ അവർ കുറച്ച് മുമ്പോട്ട് പോയി. വളരെ മോശമായ സ്റ്റേറ്റൊക്കെ വളരെ മുമ്പിൽ വന്നു. നമ്മളും പുറകോട്ട് പോയെന്നും പറയണില്ല, പക്ഷെ നമ്മൾ മുമ്പിലോട്ട് പോകണ ആ സ്പീഡ് കുറവാണ്. ഇന്ന് ഈ ടെക്നോളജി ഒക്കെ വന്ന സ്പീഡ് കൂടുതലാണോ കുറവാണോ? പറന്ന് കളിക്കണം. നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും? പഴയ സാധനമൊക്കെ വെച്ച് രക്ഷപ്പെടാൻ പറക്കണ്ടേ? കേരളം പറക്കണോ? അതെ, പറക്കണം. ആര് വരണം? അപ്പോൾ നരേന്ദ്രമോദിജി വരണം എന്നാണ് പറയുന്നത് അല്ലേ? നീ പറഞ്ഞു, ഞാൻ ഏറ്റു പറഞ്ഞു, അത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്താണ് അഭിപ്രായം? അതേ അഭിപ്രായം തന്നെയാണോ? നരേന്ദ്രമോദിജിയെ കാണുന്നതിൽ എത്ര സന്തോഷമുണ്ട്? ഇവിടെ നിന്ന് പോയിട്ട് PM ശ്രീ പദ്ധതി വേണമെന്നും പറഞ്ഞിട്ട് നമ്മുടെ ഈ വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ പോയി സൈൻ ചെയ്ത് വന്നു. എന്നിട്ട് മറ്റേ എന്താ മലക്കം മറിച്ചത് കണ്ടില്ലേ? നിങ്ങളെല്ലാവരും കണ്ടില്ലേ? എന്തിനാ കാരണം? അല്ല, BJP ആയിക്കോട്ടെ, ആരെങ്കിലും ആയിക്കോട്ടെ, ഏതെങ്കിലും ഗവൺമെൻറ് വേണ്ടെന്ന് പറയുമോ അത് സാധനം? അതുകൊണ്ട് എന്തോരം സ്കൂളുകൾക്കും വിദ്യാർത്ഥികൾക്കും ഗുണമുള്ള പ്രോജക്റ്റാണെന്നറിയാം. 1800 2000 കോടിയാണ് ഈ സ്കൂളുകൾക്ക് കൊടുക്കുന്നത്. എല്ലാ ബുക്കും ലാപ്ടോപ്പും എല്ലാം ഫ്രീയാണ്. ലൈബ്രറി ഇത് വേണ്ടാന്ന് വയ്ക്കുന്ന മണ്ടന്മാരുള്ളൊരു പ്രബുദ്ധ കേരളമല്ലേ ഇത്? അപ്പോൾ നിങ്ങൾക്ക് രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ വയറ് നിറയണം. ഇപ്പോൾ അമ്പലക്കോള നടത്തുന്നു. ആരാ നടത്തുന്നത്? ഞാൻ നടത്തിയോ? ആരാ നടത്തുന്നത്? നിങ്ങൾ വിളിച്ചു പറ. നിങ്ങളുടെ അടുത്ത് മീഡിയ ഉള്ളതല്ലേ. ഇവിടെ എന്ത് രാഷ്ട്രീയ കളിക്കുന്ന ആൾക്കാർ? ഇപ്പോൾ റിയാസിനെ ഇൻവൈറ്റ് ചെയ്തിട്ടില്ല. റിയാസിനെ ഇൻവൈറ്റ് ചെയ്യാണ്ട് തന്നെ വരണം. മുഖ്യമന്ത്രിക്ക് വരാമെന്നുണ്ടെങ്കിൽ ഇയാൾക്കും വരാം. മുഖ്യമന്ത്രിക്ക് ഇൻവിറ്റേഷൻ കൊടുത്തിട്ടുണ്ട്, ഇയാളും വന്നാൽ വേണ്ടെന്ന് പറയില്ലോ. അപ്പോൾ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തിട്ട് വന്നതല്ലേ? ഞങ്ങളാരും ഇൻവൈറ്റ് ചെയ്തിട്ടില്ല BJPയിൽ നിന്ന്. നിങ്ങളിവിടെ മീറ്റിങ്ങിന് വരണം. ഞങ്ങൾ മോഡിജിയെ കണ്ടിട്ടാണ് വരുന്നത്. എന്തുകൊണ്ടാണ് വരുന്നത്? അദ്ദേഹം രാഷ്ട്ര സേവനം മാത്രമുള്ള അങ്ങയുടെ തരയത് 24 മണിക്കൂറും ചിന്തിക്കുന്നൊരു മനുഷ്യൻ. നിയർ ബൈ കൺട്രീസൊക്കെ എടുത്ത് നോക്കിക്കോ. പാകിസ്ഥാൻ നിങ്ങൾ പോകാൻ ഇഷ്ടമാണോ? പോവോ? ഞാൻ നിങ്ങൾക്ക് 1 ലക്ഷം രൂപ തരാം, പോയിട്ട് വാ. ബംഗ്ലാദേശിൽ പോയിക്കോ. എന്തുകൊണ്ട് പോകുന്നില്ല? ഒന്നും വേണ്ട. നിയർ ബൈ കൺട്രീസിൽ നിങ്ങൾക്ക് പോകാൻ പറ്റില്ല ആർക്കും. എന്തുകൊണ്ട് പോകാൻ പറ്റുന്നില്ല? അത്രയ്ക്ക് വർഗീയതയും അത്രയ്ക്ക് ടെററിസവും ഉണ്ട് അവിടെ. നമ്മൾ പിടിച്ചു നിൽക്കണം. ഇവിടെ എങ്ങനെ പിടിച്ചു നിൽക്കണം നമ്മൾ? ഇപ്പോൾ ഉക്രൈൻ വാർ വന്നു. ഉക്രൈൻ നിർത്താൻ പറ്റുമോ നിങ്ങൾക്ക്? റഷ്യ ഉക്രൈൻ വാർ നിർത്താൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ട് നിർത്താൻ പറ്റില്ല? ഞങ്ങൾ റഷ്യയിൽ നിന്ന് പെട്രോൾ വാങ്ങുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ ചെയ്തം? റഷ്യയിൽ നിന്ന് പെട്രോൾ വാങ്ങിയാൽ നിങ്ങൾക്ക് 105 രൂപ ഇവിടുത്തെ സെസ് അടക്കം. കേരള സെസ് അടക്കമാണെന്ന് 105 തലയിൽ വരണം. ഇവർക്ക് വേണമെങ്കിൽ സെസ് വേണ്ടെന്ന് വയ്ക്കുക, അപ്പോൾ 102 ആവും. അത് ചെയ്യുന്നില്ല. അപ്പോൾ ജനങ്ങളുടെ നന്മ ഉദ്ദേശിച്ച് നടത്തുന്ന ഒരേ ഒരു ഭരണം കേന്ദ്ര ഭരണമാണ്, മോഡിജിയാണ്. ഒരു സംശയമില്ല. നാട്ടുകാർക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇനി അത് തിരുത്താൻ പറ്റില്ല. മോഡിജി തന്നെ വരണം എല്ലായിടത്തും. പക്ഷേ കേരളത്തിലെ സാഹചര്യം വർഗീയത പറഞ്ഞ് പരത്തുന്നതാണ്. അതാണ് ഹിന്ദു മുസ്ലിം ഇല്ല ഇവിടെ. ഇവരെല്ലാവരും മോഡിജിയുടെ വായെന്ന് ഹിന്ദു മുസ്ലിം വന്നിട്ടില്ല. മോഡിജി എപ്പോഴും പറയുന്നത് സബ്കാ സാത്ത് സബ്കാ വികാസ്. പക്ഷേ എന്നാലും ഇവിടെയുള്ളൊരു തെറ്റിദ്ധാരണ അത് അവരുടെ ഇൻട്രസ്റ്റ് ആണ്. BJP ഒരു വർഗീയ പാർട്ടിയാണെന്നുള്ള പ്രചരണം. BJP വർഗീയ അല്ലല്ലോ. 21 സ്റ്റേറ്റ് ഭരിക്കുന്ന പാർട്ടി വർഗീയമാണെന്ന് നിങ്ങൾ പറയാൻ പറ്റും? അല്ല, അങ്ങനെ ഒരു പ്രചരണമുണ്ട്. ആ പ്രചരണത്തിനെതിരെ എന്താ പറയാനുള്ളത്? അത് പ്രചരണം മാത്രമായിട്ട് നിൽക്കും. ഇപ്പോൾ ഇന്ന് ധീവരസഭയുടെ മീറ്റിംഗ് കഴിഞ്ഞു. ഇപ്പോൾ ലക്ഷക്കണക്കിന് ധീവരസഭ എന്ന് പറഞ്ഞാൽ ആരാ പറ? ഫിഷർമാൻ, മുക്കുവന്മാരെന്ന് പറയും നമ്മൾ ഇല്ലേ? അവനിപ്പോൾ SC/ST സ്റ്റാറ്റസ് വേണമെന്ന് പറഞ്ഞിട്ട് ഇവന്മാരുടെ പുറകിൽ കോൺഗ്രസ്സുകാരുടെ നടന്നതാണ്. കിട്ടിയോ? മോഡിജിയെ കണ്ടു, സംസാരിച്ചിട്ടുണ്ട്. എന്താ നടക്കുന്നത് അത് വേറെ കാര്യം. പക്ഷേ അവർ ഫുൾ സപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. എന്തുകൊണ്ട് സപ്പോർട്ട് കൊടുത്തു? ഇപ്പോൾ 2020 എന്തുകൊണ്ട് BJPയുടെ കൂടെ വന്നു? പക്ഷെ അതിൽ അതെ, ED അയാളെ പിടിച്ചു കഴിഞ്ഞാൽ അയാളെ അക്കൗണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അയാളുടെ അക്കൗണ്ടൊക്കെ വളരെ അയാളെ ഓടിച്ചാണ് ഇവിടുന്ന് CPM ഗവൺമെൻറ് ഓടിച്ചത് അയാൾ രാജാവ് തന്നെയാണ്. രാജാവിൻ്റെ രാജാവ്. ഇപ്പോൾ ഒന്നും വേണ്ട. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ലക്ഷ്മിക്കുട്ടി തമ്പുരാട്ടിയെ പോയി കാണണം. എന്തിനാ എല്ലാവരും? രാജഭരണമൊക്കെ മാറിയില്ലേ? പിന്നെ തമ്പുരാട്ടിയെ പോയി കാണേണ്ട ആവശ്യം എന്താ?
ഒന്നും വേണ്ട. പന്തള രാജ അവിടുത്തെ അയ്യപ്പസ്വാമിയുടെ ഇത് എഴുന്നള്ളിക്കണത് എന്തുകൊണ്ടാണ്? ട്രഡീഷൻ നമ്മൾക്ക് പാലിക്കണമല്ലോ. ഇതിൽ ഒരു വർഗീയത ഞങ്ങളെ സംബന്ധിച്ചില്ല. ഈ ഭാരതത്തിനെ പോലെ ഒരു വർഗീയതയില്ലാത്തൊരു രാജ്യം ബാക്കി എല്ലാം. ഇപ്പോൾ നിങ്ങൾ UAE പോയി നോക്കിക്കോ, നിങ്ങൾ പാസ്പോർട്ട് തൂക്കി പോകണം. ഞാൻ പോയിട്ടുണ്ട് UAEയിൽ. പാസ്പോർട്ട് അപ്പോൾ കാണിക്കും. ഇവിടെ പാസ്പോർട്ട് ചെക്ക് ചെയ്യുന്നുണ്ടോ? ഇവിടെ എത്രയോ അതിഥി തൊഴിലാളി എന്ന് പറഞ്ഞ് വളർന്ന് കിടന്ന് ഇവിടെ കഞ്ചാവ് വിൽക്കുന്നുണ്ട്. ഇവിടെയല്ലേ കുറേശ്ശെ ആയിട്ട് പിടിച്ചു തുടങ്ങിയ. മലയാളികളെയും കൂടി ചീത്തയാക്കുന്നില്ല അവർ. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? കാരണം കൊള്ളലാഭം കൊയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകും. എല്ലാവർക്കും എന്താ ആവശ്യം? കാശാവശ്യം. കാശിന് വേണ്ടി എന്തും ചെയ്യും. ഒന്നും വേണ്ട. ഭൂമി കച്ചവടം എന്തുകൊണ്ട് നിന്നുപോയി ഇവിടെ കേരളത്തിൽ? എന്തുകൊണ്ട് നിന്നുപോയി പറ? 10 വർഷം മുമ്പ് ഭൂമി കച്ചവടം എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടെ? ഇപ്പോൾ എവിടെ ഭൂമി കച്ചവടം? ഇല്ല. എന്തുകൊണ്ടില്ല? കള്ളപ്പണമില്ല. ഉള്ളവൻ്റെ അടുത്തുണ്ട് ഇപ്പോഴും. ഇപ്പം ഞാൻ നിങ്ങൾ ചോദിച്ചു CJ റോയ് വെടിവെച്ചു സ്വന്തമായിട്ട് ചത്തു എന്ന് പറഞ്ഞു ഇല്ലേ? അല്ല ഞാൻ അതല്ലേ പേപ്പർ ന്യൂസ്. അതെ. എന്തുകൊണ്ടാണ് മരിച്ചേ? അതിനെക്കുറിച്ച് വല്ല അന്വേഷണം ഉണ്ടോ ഇവിടെ? നാട്ടുകാർ ചോദിക്കുന്നുണ്ടോ? ഇത്രയും വലിയൊരു മനുഷ്യൻ CJ റോയ് മരിച്ചിട്ട് ഏതെങ്കിലും ഒരു പൊളിറ്റീഷ്യൻ അന്വേഷിച്ചോ? വിശ്വസിക്കുന്നുണ്ടോ അദ്ദേഹം ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവും? അല്ല, ആത്മഹത്യ അയാൾക്ക് ചെയ്യാമല്ലോ. അത് അയാളുടെ റൈറ്റ് അല്ലേ. ആത്മഹത്യ ചെയ്തിട്ടില്ലെന്ന് നിങ്ങളെങ്ങനെ പറയാൻ പറ്റും? അന്വേഷണ ഏജൻസിക്ക് അല്ലല്ല, അത് അയാളുടേതായ പല കാര്യങ്ങളുണ്ട്. ഞാൻ ഒരു ഒറ്റ വാചകം ഞാൻ പറയാം. ഇത് ഓപ്പണായിട്ട് പറയാവുന്ന കാര്യങ്ങളല്ലല്ലോ എല്ലാ കാര്യങ്ങളും. ഞാനൊരു പോലീസ് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളാണ്. മനസ്സിലായോ? അപ്പോൾ എനിക്കത് ഓപ്പണായിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ ഗൂഢതന്ത്രങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് നാട്ടിലാണ്. അല്ലാണ്ട് ഇതിനെല്ലാം ഒരൊറ്റ ഉത്തമ ഉദാഹരണം മോഡിജി മാത്രമേ ഉള്ളൂ. കാരണം എന്തറിയോ? അങ്ങേരുടെ അടുത്ത് കളവുമില്ല, ചതിയില്ല, വഞ്ചനയില്ല, ഒന്നുമില്ല. സബ്കാ സാത്ത് സബ്കാ വികാസ് എന്നാണ് പറയണേ. എല്ലാവർക്കും വേണ്ടി ഞാൻ ജീവിക്കുന്നു. അയാൾ 24 മണിക്കൂറും പണിയെടുക്കുക. നിങ്ങൾ 5 മണിക്കൂർ പോലും എടുക്കുന്നില്ല, ഞാൻ 2 മണിക്കൂർ എടുക്കുന്നില്ല. പിന്നെയാണോ? നമ്മളൊക്കെ നമ്മുടെ വയറ് നോക്കിയിട്ടാണ് ജോലി ചെയ്യണം എല്ലാവരും. മോഡിജി അങ്ങനെയല്ല. അയാൾ ഉപവാസത്തിലാണ്. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടുണ്ടാവില്ല. ഇപ്പോൾ നഗരസഭയുടെ മീറ്റിംഗ് കഴിഞ്ഞു. ഇവിടെ എത്തിക്കൊണ്ടിരിക്കണോ? കലൂരിന്ന് മറ്റേ റോഡ് ഷോ ആണ്. അദ്ദേഹത്തെ ഈ പ്രായത്തിൽ ഇത്രത്തോളം ഊർജ്ജസ്വലമായി നിർത്തുന്നത് എന്താണ്? അങ്ങനെ യോഗ ചെയ്യുന്നുണ്ട്. യോഗ ചെയ്യുന്നവർക്കൊന്നും അസുഖം വരില്ലല്ലോ. 123 ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ പത്മഭൂഷൺ വാങ്ങിച്ച ഒരു മറ്റേ സന്യാസി 123 വയസ്സിലാണ് മരിച്ചത്. അപ്പോൾ ആരോഗ്യം നമ്മൾ ഇത് ചെയ്യാം. ആരോഗ്യം നോക്കണം. അല്ലാണ്ട് ഇവിടെ കുഴിമന്തിയും കഴിച്ച് വലിയ വയറും ഉണ്ടാക്കി നടന്നിട്ടൊന്നും പ്രയോജനമൊന്നുമില്ല. സാറി അൽഫാമിനും കുഴിമന്തിക്കൊക്കെ എതിരാണോ? അല്ല, അത് കഴിക്കുന്നോ കഴിച്ചോട്ടെ, നല്ലതല്ലേ. ബീഫിനൊക്കെ എതിരാണോ? ബീഫിനും ഞങ്ങളെതിരല്ല. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ കഴിക്കാം. കാരണം നിങ്ങളുടെ റൈറ്റാണത്. നിങ്ങളുടെ റൈറ്റിന് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല. ഞങ്ങൾ BJP ഇവിടെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ BJP ഒരിക്കലും നിർത്തില്ല ആ പരിപാടി. ഏത് സംസ്ഥാനത്ത് നിർത്തി? ഒരിടത്തും നിർത്തിയിട്ടില്ല BJP. അല്ല, അതിനൊക്കെ എതിരാണെന്നൊരു പ്രചരണം ഉണ്ടോ? ഇല്ല, അതൊക്കെ നിങ്ങൾ പ്രചരിപ്പിച്ചോ. ഇനിയും പ്രചരിപ്പിക്കണമെന്നേ പറയുള്ളൂ ഞാൻ. കാരണം നിങ്ങൾ എത്രത്തോളം പ്രചരിപ്പിക്കുന്നോ BJP അത്രയ്ക്ക് വളരും. വേറെ ഓക്കെ, താങ്ക് യു. മീഡിയ തുടങ്ങി ഇറങ്ങിയിട്ടുള്ളൂ. സാറിന്റെ അഭിപ്രായം വളരെ വാല്യുബിൾ ആയിട്ട് തന്നെ കാണുന്നു. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. താങ്ക് യു സോ മച്ച്. 9656. ചേട്ടാ എവിടെന്നാ വരുന്നത്? കേരളത്തിൽ ഞങ്ങൾ മട്ടാഞ്ചേരി പറഞ്ഞത്. മട്ടാഞ്ചേരി എറണാകുളത്ത് തന്നെയാണ് അല്ലേ? ബേസിക് ഗുജറാത്താണ്. ഞങ്ങൾ 125 വർഷമായിട്ട് കേരളത്തിൽ തന്നെയാണ്. അത് കൊള്ളാലോ. സർട്ടിഫിക്കറ്റ് എല്ലാം ഇവിടുത്തെ മലയാളി സർട്ടിഫിക്കറ്റ് ഇല്ല. എല്ലാം മലയാളി, എല്ലാം കേരള സർട്ടിഫിക്കറ്റ്. അവിടെ നിന്ന് എങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് വന്നത്? ആ ഒരു കഥ പറയാം. ബ്രിട്ടീഷ് ഫാമിലി വന്നാണ്. മുമ്പ് ഞങ്ങളുടെ അപ്പൂപ്പനെല്ലാം ബിസിനസ് യാത്ര ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അത് കഴിഞ്ഞിട്ട് 3ാമത്തെ തലമുറയാണ് ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഗുജറാത്തായിട്ട് ഇപ്പൊ എങ്ങനെയാണ് ടച്ച് കാത്തു സൂക്ഷിക്കുന്നത്? ഞങ്ങളുടെ രക്തബന്ധം ഉണ്ടല്ലോ. ഞങ്ങളുടെ റിലേറ്റീവ് മെയിൻ റിലീജിയസ് പ്ലേസസ് എല്ലാം ഗുജറാത്തിലായതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും ഗുജറാത്ത് സന്ദർശിക്കും. റിലേറ്റീവ്സ് ഒക്കെ അവിടെ ഉണ്ട്. ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിട്ട് ഇരുന്ന് അദ്ദേഹത്തിന്റെ ഒരു പാഠവും തെളിയിച്ചിട്ട് പിന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആളാണ് നരേന്ദ്രമോദിജി. അതിനെക്കുറിച്ച് എന്താ പറയുക? അതിന് മുമ്പ് മുതൽ തന്നെ നരേന്ദ്രമോദിയെ കുറിച്ച് നമ്മൾ അറിയാനുണ്ട്. അതൊന്ന് പറയാമോ? മീൻസ് ഹി വാസ് വെൽ സോഷ്യൽ വർക്കർ, RSS വർക്കർ ആയിരുന്നു ആ സമയത്ത്. അത് കഴിഞ്ഞിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് CM പോസ്റ്റിലേക്ക് വന്നത്. CM പോസ്റ്റിൽ 11 വർഷം ഗുജറാത്തിൽ നിന്ന് കഴിഞ്ഞിട്ടാണ് പ്രധാനമന്ത്രി പോസ്റ്റിൽ വന്നത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെയ്ത കാര്യങ്ങളിലെല്ലാം വളർച്ച മാത്രം കാണുന്നുള്ളൂ. അതിൽ വേറെ കുറ്റമൊന്നും കാണുന്നില്ല. ഇതെന്താ എഴുതിയിരിക്കുന്നത്? ഇത് എഴുതിയിരിക്കുന്നത് കേരളം മോദിജിനു ഹാർദിക് സ്വാഗത് കരേജ്.
സ്വാഗതം സ്വാഗതം മോദിജിയുടെ സ്വാഗതം വെൽക്കം ആണ് വെൽക്കം ഹാർട്ട്ലി വെൽക്കം മോദിജി. കേരള മോദിജി now we can go directly indirectly will give this frame. So this is the frame to be given to Modi ji. मेरा देश बनते दिखता है अब दुनिया का शहंशाह इंडिया इन वर्ल्ड ന്റെ രാജാവാണ്. The way we are developing under Modi. അതിന് പറഞ്ഞ കണക്കാണ്. ഇത്രയും ജംഗ് ചീടി ഹെ ദുനിയാമേ എല്ലാ സ്ഥലത്തും വാറുണ്ട്. ഇന്ത്യ സ്ഥിരമായിട്ട് നിൽക്കുന്നുണ്ട് ഇരുമ്പിനെ പോലെ അനക്കമില്ല. बिकॉज ऑफ दिस अपने देश बना दिया है बुलेट प्रूफ. बुलेट प्रूफ हो गई इंडिया और बुलेट और नहीं ले पड़ा. आँख उठाकर कोई देखने की हिम्मत नहीं करता. आदम धैर्य ചെയ്യുന്നില്ല. ആൾക്കാരില്ല. മോദിക്ക് നേരിട്ട് കാണാൻ വേണ്ടി ആളില്ല. अपने जवान और सीमा कंट्रोल कर रहे हैं. അവർ ആർമി ഒരാൾക്ക് ഒരു പേടിയില്ല. ഇവിടെ ജവാനോ നമ്മൾ പറഞ്ഞത് ആർമിയൊക്കെ ഒരു കാര്യത്തിനും ഒരു പേടിയില്ല. ഇനി വിദേശത്തിന് കുറേ ആൾക്കാർ ഇവിടെ കറങ്ങാൻ വരും. ബിക്കോസ് തുംസെ അച്ഛാ കോൺ ഹെ. ഗൾഫിന് ആൾക്കാർ പറഞ്ഞ ആൾക്കാരെ ടൂറിസ്റ്റ് ഒക്കെ പറഞ്ഞ തുംസെ അച്ഛാ കോൺ മീൻസ് ഇന്ത്യ പോലെ നല്ല ആറുണ്ട്. അവരാ പറഞ്ഞത് ഭൂമിയിൽ എല്ലാവരും വരും. സ്വിറ്റ്സർലാൻഡ് പോകണം, ഇവിടെ പോകണം, അവിടെ പോകണം. എവിടെ സേഫ്റ്റി ഉണ്ട്? ഇന്ത്യയെ പോലെ എവിടെ സുരക്ഷിതത്വം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ പല സ്ഥലത്ത് കറങ്ങാൻ പോവാം. സേഫ്റ്റി ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. അത് ടൂറിസ്റ്റ് ഒക്കെ പറഞ്ഞ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അത്രത്തോളം ഇഷ്ടമാണല്ലേ നരേന്ദ്രമോദി? നരേന്ദ്രമോദിക്ക് തീർച്ചയായിട്ടും വളരെ നമുക്ക് സന്തോഷമുണ്ട് കണ്ട് ഇപ്പോൾ വന്ന് ഉള്ളിൽ കയറിയേ ഉള്ളൂ. അകത്ത് കയറാൻ പറ്റിയില്ല. പുറത്തുനിന്ന് കണ്ട് മോദിജിനെ കണ്ട് തീർച്ചയായിട്ടും കണ്ട് നല്ലതായിട്ട് സന്തോഷമുണ്ട് കണ്ടതിന്. നരേന്ദ്രമോദിജി ഇത്രത്തോളം ഇഷ്ടപ്പെടാൻ എന്താണ് കാരണം? ഹി ഈസ് വെൽ ഗുഡ് പേഴ്സൺ. വി ലവ് നരേന്ദ്ര മോദി. What are the main qualities of him that you like? He is very honest. That's the main quality we like him. Can you introduce yourself? My name is Bharti Niranjan Parekh. I am from Cochin Mattancherry. Cochin Mattancherry. Malayalam അറിയുമോ? No, little bit. Little bit. Tamil Malayalam together. தமிழ் தெரியுமா? தெரியும். அப்போ தமிழ்ல சொல்லுங்க. உங்களுக்கு நரேந்திர மோடினா எப்படி? Malayalam mix up. He is a great person, lovable by all. The main quality is honesty, and he loves every Indian. Even for small people, he listens to everyone. Okay. Are you expecting a Narendra Modi ji effect in Kerala? Slowly but gradually it will coming. It seems coming now. Okay. Previously it was not that, but now people have started understanding him, his concept. കലൂര് നരേന്ദ്രമോദിജി വരുന്നത് പ്രമാണിച്ച് കേരളത്തിൽ നിന്ന് പല സ്ഥലങ്ങളിൽ നിന്ന് ആളുകളുടെ കുത്തൊഴുക്കാണ്. അക്കൂട്ടത്തിൽ കുട്ടനാട്ടിൽ നിന്ന് ഒരു ലോഡ് ആളുകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവരോടൊക്കെ നമുക്ക് ചോദിച്ചു നോക്കാം അവരുടെ എക്സൈറ്റ്മെൻറ്റ്. ചേട്ടൻ ഒന്ന് സ്വയം പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് സുരേഷ് കുമാർ. ഞാൻ കുട്ടനാട് നിയോജകമണ്ഡലം BJPയുടെ ജനറൽ സെക്രട്ടറിയാണ്. നരേന്ദ്രമോദിജി ഇപ്പോൾ കലൂര് വരികയാണ്. എത്രത്തോളം എക്സൈറ്റഡ് ആണ്? നിങ്ങൾക്ക് എത്രത്തോളം ഊർജ്ജമാണ് അദ്ദേഹം? ഞങ്ങൾ എന്നിട്ട് 10 വർഷം മുമ്പ് ഞങ്ങളുടെ സ്ഥലത്ത് കുട്ടനാട്ടിൽ പ്രധാനമന്ത്രി മോദിജി വന്നിരുന്നു. അതേ എക്സൈറ്റ്മെൻറ്റോടുകൂടി തന്നെയാണ് ഞങ്ങളിപ്പോൾ ഈ കലൂരിലെ പ്രധാനമന്ത്രിയെ വരവേൽക്കാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നത്. വളരെയധികം എക്സൈറ്റ്മെൻറ്റോടുകൂടി തന്നെയാണ് ഞങ്ങൾ വന്നു ചേർന്നിരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. ഭാരതം ഭരിക്കുന്ന പ്രധാനമന്ത്രിക്ക് 3ാം ടൈം കിട്ടിയപ്പോഴും വീണ്ടും ഞങ്ങൾക്ക് കാണാൻ സാധിച്ചതിൽ അങ്ങേയറ്റം സന്തോഷമുണ്ട്, അങ്ങേയറ്റം ചാരുതാർഥ്യമുണ്ട്. ഇപ്പോൾ നരേന്ദ്രമോദിജി കുട്ടനാട് വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്കൊക്കെ എത്രത്തോളം വലിയൊരു മുഹൂർത്തമായിരുന്നു അത്? കാരണം നരേന്ദ്രമോദിജി ഒരു പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം അങ്ങനെ കുട്ടനാട്ടിൽ വരിക എന്നൊക്കെ പറഞ്ഞാൽ തന്നെ ഒരു വലിയ കാര്യമായിട്ട് അല്ലേ? അതെങ്ങനെ സംഭവിച്ചു എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ആ സമയത്ത് ഞങ്ങളുടെ മണ്ഡലത്തിൽ മത്സരിച്ചിരുന്നത് BDJSൻ്റെ ഘടകകക്ഷിയായ BDJSൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു സുഭാഷ് വാസു ആയിരുന്നു. അതിനു മുമ്പേ വളരെ കാലം ഒരുപാട് ആളുകൾ അവിടെ ഭരിച്ചെങ്കിൽ പോലും ഒരു പ്രധാനമന്ത്രിക്ക് കുട്ടനാട് കാണണമെന്നോ കുട്ടനാടിൻ്റെ പരിസ്ഥിതിയിൽ വന്ന് അവിടുത്തെ സാധാരണപ്പെട്ട കർഷക തൊഴിലാളികളും കർഷകരുമായ ജനങ്ങളോട് സംവദിക്കണമെന്നോ ഒന്നും മറ്റൊരു പ്രധാനമന്ത്രിക്കും തോന്നിയില്ല. പ്രധാനമന്ത്രി ഞങ്ങളെ ആരാധനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിക്ക് മാത്രമാണ് അത് തോന്നിയത്. അതിൻ്റെ അങ്ങേയറ്റ ആഹ്ലാദം ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ആ ഒരു കടപ്പാടാണോ നരേന്ദ്രമോദിജി എവിടെ വന്നാലും നിങ്ങൾ എല്ലാം മാറ്റിവെച്ച് വരികയാണ്? അപ്പോൾ അതിൻ്റെ ഒരു കടപ്പാട് കാരണമാണോ വരുന്നത്? ലോക ആരാധനാണ് നരേന്ദ്രമോദിജി. ഭാരതത്തിലെ ഏത് ജനങ്ങൾക്കും, അത് കുഗ്രാമങ്ങൾ തൊട്ട് അങ്ങ് വലിയ മഹാനഗരങ്ങൾ വരെയുള്ള മുഴുവൻ ജനങ്ങൾക്കും അദ്ദേഹം ആരാധ്യ പുരുഷൻ തന്നെയാണ്. ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് അത് അത്രത്തോളം ഇല്ലെങ്കിൽ പോലും മുഴുവൻ കേരളത്തിലെയും ഭാരതത്തിലെയും സാധാരണപ്പെട്ട ജനങ്ങളിൽ പോലും നരേന്ദ്രമോദിജി ഭാരതത്തിൽ കൊണ്ടുവന്ന മാറ്റം
കൃത്യമായി തന്നെ കണ്ട് മനസ്സിലാക്കുവാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഭാരതത്തിലെന്നോളം തന്നെ ഞങ്ങളെ കൊച്ചു ഗ്രാമമായ കുട്ടനാട്ടിലെയും മുഴുവൻ ജനങ്ങൾക്കും അദ്ദേഹത്തോട് ആരാധനയാണ്. അദ്ദേഹത്തിന് ഒരു നോക്ക് കാണുക എന്നത് അവരുടെ ജീവിത അഭിലാഷം കൂടിയാണ്. ഓക്കെ, അപ്പോൾ കുട്ടനാടിൻ്റെ ചരിത്രത്തിൽ വന്ന ആദ്യത്തെ പ്രധാനമന്ത്രിയാണോ നരേന്ദ്രമോദിജി? ഞങ്ങളുടെ ധാരണയെ സംബന്ധിച്ച് കുട്ടനാടിനെ സംബന്ധിച്ച് ആദ്യമായി വന്ന ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്ര ദാമോദർദാസ് മോദിജി. ഓക്കെ, ചേച്ചിമാരെ എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങൾ മണ്ണുത്തി, തൃശ്ശൂർ മണ്ണുത്തി. നരേന്ദ്രമോദിനെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഓക്കെ, എത്രത്തോളം ഇഷ്ടമാണ് അദ്ദേഹത്തെ? അത് പറയാൻ പറ്റില്ല, അത്രയും ഭയങ്കര ഇഷ്ടമാണ്. പരിപാടിയൊന്നും ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ഇവിടെ വണ്ടി കൊണ്ടുപോകാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ വെയിലത്ത് അതിനെന്തെങ്കിലും സജ്ജീകരണം ഒരുക്കണമായിരുന്നല്ലേ? വണ്ടി അവിടെ കൊണ്ടുവന്നിട്ടേക്കണത് കാരണം അത്രത്തോളം സുരക്ഷയാണ് നരേന്ദ്രമോദിജിക്ക്. വെയിലുകൊണ്ട് ഞങ്ങൾ വന്ന് ഞങ്ങൾക്ക് കാണാനാണ്, ഞങ്ങൾക്ക് ഭയങ്കര ആവേശമാണല്ലേ? ഓക്കെ ഓക്കെ, ചേട്ടന്മാരോട് ചോദിക്കാം. നല്ല വെയിലാണ്. എവിടെന്നാ വരുന്നത്? മട്ടാഞ്ചേരി. ആഹാ, അപ്പോൾ നരേന്ദ്രമോദിജിനെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. തീർച്ചയായും. എത്രത്തോളം ഇഷ്ടമാണ് അദ്ദേഹത്തെ? എത്രത്തോളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജന്മനാ തൊട്ട് നമ്മൾ സംഘപ്രവർത്തനത്തിലൂടെ വളർന്നതുകൊണ്ട് നമ്മൾ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇന്ത്യ കണ്ട ഏറ്റവും ജനകീയനായിട്ടുള്ള പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദിജിയെ കണക്കാക്കാമോ? തീർച്ചയായും. എന്തുകൊണ്ടാണ് അദ്ദേഹം വേറിട്ട് നിൽക്കുന്നത്? വേറിട്ട് നിൽക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യത്തിലും ഇപ്പോൾ പുള്ളിക്കാരൻ നല്ല ഇൻവോൾവ് ആണ്. അറിയാമല്ലോ, നമുക്കിപ്പോൾ റഷ്യയിൽ പോയാലും അമേരിക്കയിൽ പോയാലും കാണുന്ന ജനപ്രതി തന്നെ ഉദാഹരണമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു വരവ് ഒരു വലിയ മാറ്റം സൃഷ്ടിക്കുമെന്ന് തോന്നുന്നുണ്ടോ? കാരണം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് അദ്ദേഹം കേരളം സന്ദർശിക്കുന്നതിന് പിന്നിൽ നിങ്ങളെയൊക്കെ ഒന്ന് ഊർജ്ജസ്വലരാക്കുക എന്നുള്ളൊരു ദൗത്യമുണ്ടോ? തീർച്ചയായും. കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നുമില്ലാത്ത കാലത്തോട്ട് പ്രവർത്തിച്ച് ഇപ്പോൾ തൃശ്ശൂരും ട്രിവാൻഡ്രം അല്ലെങ്കിൽ നമ്മളെ തന്നെ കുറേ കോർപ്പറേഷനാണെങ്കിലും പിടിച്ചെടുത്ത് കൊണ്ടിരിക്കുന്നതാണ്. അത് തന്നെ ഒരു ഉദാഹരണമല്ലേ? അപ്പോൾ പോരാട്ടം തുടരും അല്ലേ? തീർച്ചയായും. ഓക്കെ ഓക്കെ, താങ്ക് യു. ഹലോ ചേട്ടാ, എവിടെന്നാ വരുന്നത്? ഞങ്ങൾ മണ്ണുത്തി, തൃശ്ശൂർ. നരേന്ദ്രമോദിജിയെ കാണാൻ പോവാണ്. എത്രത്തോളം എക്സൈറ്റ്മെന്റ് ഉണ്ട്? കാണാൻ പോവല്ല, അദ്ദേഹത്തിനെ കണ്ട് നമിക്കാൻ പോവാണ്. അതെ അല്ലേ? അപ്പോൾ അദ്ദേഹത്തെ എന്തുകൊണ്ടാണ് ഇത്രയും ഇഷ്ടം? നരേന്ദ്രമോദിജിയെ നിങ്ങൾ സ്നേഹിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒറ്റ ചോദ്യം, നരേന്ദ്രമോദിനെ കുറിച്ച് മോന് മനസ്സിലായിട്ടുണ്ടോ? തീർച്ചയായും. അദ്ദേഹത്തിൻ്റെ ഭരണത്തിനെ കുറിച്ച് മനസ്സിലായിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യം ചോദിക്കില്ല. നരേന്ദ്രമോദിനെ കുറിച്ച് അറിയാത്തവരാണ് അങ്ങനെ പറയുക. ഭരണം ഇവിടെ വന്നാ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭരണം വന്നാ കേരളം മാറ്റും. ഉറപ്പാണ്, വെറും വാക്കല്ല അല്ല. അപ്പോൾ ഞാൻ ചേട്ടനോട് ചോദിച്ചോട്ടെ, നരേന്ദ്രമോദിജിയെ കുറിച്ച് വ്യക്തമായിട്ട് ധാരണയില്ലാത്തവർക്ക് അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ കുറിച്ച് പല കാര്യങ്ങൾ പലരും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത്തരക്കാരുടെ തെറ്റിദ്ധാരണ മാറ്റാൻ നരേന്ദ്രമോദിജി ആരാണ് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരു അവസരം കിട്ടിയാൽ എന്ത് പറഞ്ഞു കൊടുക്കും? ഞങ്ങളെപ്പോലുള്ള യുവാക്കൾക്കടക്കം പറഞ്ഞു കൊടുക്കുകയാണ് ഇതാണ് നരേന്ദ്രമോദി എന്ന് പറഞ്ഞു കൊടുക്കണമെങ്കിൽ എന്ത് പറഞ്ഞു കൊടുക്കും? കോടികളുടെ പ്രൊജക്റ്റുകൾ ഉണ്ടായിട്ടും നമ്മൾ ഒരുപാട് കോടികളുടെ കാര്യങ്ങൾ ഈ കേരളം നടത്തിക്കൊണ്ടിരിക്കുന്നത് കേന്ദ്രത്തിൻ്റെ ഫണ്ടാണ്. അത് മനസ്സിലാക്കാതെ ഇന്ന് ഈ ജനങ്ങൾ പെരുമാറുകയാണ്. നമ്മളുടെ കേരളത്തിൽ ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ പൈസ ഇല്ല. വരുന്ന ഒരുപാട് പണം, കോടികൾ വരുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ഇവിടെ ഉപയോഗിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്. പക്ഷെ അത് മൂടി വയ്ക്കുകയാണ്. ചിലപ്പോൾ ഉപയോഗിക്കില്ല, നാണക്കേടുകൊണ്ട്. ആ രീതിയിലാണ് നമ്മുടെ ഈ ഇന്നത്തെ ഭരണം. അതിന് മാറ്റം വരണമെങ്കിൽ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് ഇവിടെ വരുത്തും, മാറ്റം വരും. അത് ഉറപ്പ്. ചെറുപ്പക്കാർ മനസ്സിലാക്കിക്കോളൂ. ഓക്കെ, താങ്ക് യു ചേട്ടാ. ഭയങ്കര ആവേശം, പവർഫുൾ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ ചേട്ടാ, നരേന്ദ്രമോദിജിനെ ആദ്യമായിട്ടാണോ കാണുന്നത്? നരേന്ദ്രമോദിനെ ഇപ്പോൾ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ചുരുങ്ങിയതൊരു 5-6 പ്രാവശ്യമെങ്കിലും ഞങ്ങൾ ആളുടെ യോഗങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ പ്രാവശ്യം നമ്മൾ പങ്കെടുക്കുമ്പോഴും നമ്മൾക്കൊരു പ്രത്യേക ഊർജം, നമ്മളുടെ പ്രവർത്തനത്തിന് വേണ്ടി നമ്മളിൽ ഒരു പ്രത്യേക ഊർജം തന്നെ അദ്ദേഹത്തിൻ്റെ ഓരോ പ്രഭാഷണത്തിലും നമ്മൾക്ക് നേടി തന്നിട്ടുണ്ട് അദ്ദേഹം. കാരണം വെച്ചാൽ നമുക്കറിയാം 2014 ഇവിടെ ആള് ഭരണത്തിൽ വരുന്ന സമയത്ത് ഈ ഭാരതം എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. ഇന്ന് അതേ സ്ഥാനത്ത് ഭാരതം അന്ന് 16ാം സ്ഥാനത്താണ് ലോകത്ത് ഭാരതത്തിൻ്റെ സ്ഥാനമായിരുന്നത്. ഇന്ന് അതേ സ്ഥാനത്ത് സാമ്പത്തികമായി 4ാം സ്ഥാനത്തേക്ക് വരാൻ
മോദി വന്നതിന് ശേഷം സാധിച്ചിട്ടുണ്ട്. നമുക്ക് ഏറ്റവും വലിയൊരു പ്രധാന കാര്യം നമുക്കറിയാം, ഇതുവരെ ഒരു ആളെ സംബന്ധിച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരാൾ ജോലി ചെയ്യുന്ന മാതിരിയല്ല. നമുക്കറിയാം, ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് വരയ്ക്ക് ഗുജറാത്ത് മുഖ്യമന്ത്രിയുടെ ജോലി ചെയ്ത ആളാണ്. കാരണം അദ്ദേഹം ചെയ്യേണ്ട ജോലി മുഴുവനും പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമാണ് പ്രധാനമന്ത്രി പദത്തിലേക്ക് വന്നത്. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം 16 മണിക്കൂർ ജോലി ചെയ്യുന്നു. സാധാരണ ഒരു പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിയോ 8 മണിക്കൂർ പോലും അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ജോലി ചെയ്യാറില്ല. പക്ഷേ ഇദ്ദേഹം 14 മണിക്കൂർ വരെ ഇദ്ദേഹം ജോലി ചെയ്ത് രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവനും സമർപ്പിച്ചിരിക്കുകയാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. മറ്റൊരു നേതാവിനില്ലാത്തതാണ് ആ ഒരു കാര്യം. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഇത്രയും കാലം 25 വർഷത്തോളം മുഖ്യമന്ത്രി പ്രധാനമന്ത്രി ആയിട്ടിരുന്നുണ്ടാണ്. പക്ഷേ 10 രൂപ സമ്പാദിക്കുകയോ മറ്റുള്ള കാര്യങ്ങളില്ല. കുടുംബത്തിനെ പോലും അദ്ദേഹത്തിൻ്റെ അനിയന്മാരും മറ്റൊക്കെ ഇന്നും ഓട്ടോറിക്ഷ ഓടിച്ച് നടക്കുന്നവരുണ്ട് ഗുജറാത്തിൽ. അതാണ് അദ്ദേഹത്തിൻ്റെ ആ സ്ഥാനം ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് വരെ അദ്ദേഹം സ്വന്തം കുടുംബത്തെ പോലും സംരക്ഷിച്ചിട്ടില്ല. ഇത്രേ പറയുള്ളൂ. അപ്പോൾ ഇത് ഇത്രയും വലിയൊരു ഇതാണ്. അപ്പോൾ ചേട്ടാ, കേരളത്തിൽ എത്രത്തോളം സാധ്യതയുണ്ട് BJPക്ക് ഇനി വരും വർഷങ്ങളിൽ? കാരണം ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനൊക്കെ BJP പിടിച്ചു. അപ്പോൾ അതെല്ലാം ഒരു ശുഭപ്രതീക്ഷയാണോ? തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചത് ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. അവിടെ 101 സീറ്റിൽ അവിടെ 50 സീറ്റ് നേടിയിട്ടാണ് BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ടുള്ളത്. ഇപ്പോൾ നമുക്കറിയാം, ഇത് ആൾ വന്നതിന് ശേഷം ഉടനടി പ്രഖ്യാപിച്ച ചില കാര്യങ്ങളുണ്ട്. ഈ വീടില്ലാത്തവർക്കെല്ലാം വീട് കൊടുക്കും എന്നുള്ളൊരു പ്രഖ്യാപനം ആൾ നടത്തി. ഇപ്പോൾ നമുക്കറിയാം, ആ 2000 പേർക്ക് പ്രാഥമികമായിട്ട് ഇപ്പോൾ വീട് വയ്ക്കാനുള്ള എല്ലാ കാര്യങ്ങളും ആൾ 1ാം ഘട്ടം ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ആൾ കണക്കൂട്ടിയിട്ടുണ്ട്, ഈ ഒരു ഡിവിഷനിൽ 200 പേരെങ്കിലും വീടില്ലാത്ത ആൾക്കാരുണ്ട്. അതുപോലെ 100 വാർഡാണ്. ആ 100 ഡിവിഷനിലും കൂടി 20,000-തോളം വീടില്ലാത്ത ആൾക്കാരുണ്ട്. ഇവർക്കെല്ലാം വീട് കൊടുക്കും എന്നുള്ളൊരു വാഗ്ദാനമാണ് ആൾ ചെയ്തിട്ടുള്ളത്. ആരാണ്? വി രാജേഷ്, അവിടുത്തെ മേയറാണ് അദ്ദേഹം. അങ്ങനൊരു വാക്ക് കൊടുത്തിട്ട് ഇന്ന് അത് നടപ്പിലാക്കി എന്ന് പറഞ്ഞാൽ പ്രാഥമികമായിട്ട് 2000 പേർക്കുള്ള വീടിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു. അപ്പോൾ ആൾ പറഞ്ഞിട്ടുള്ളത് 5 വർഷം പൂർത്തിയാക്കുമ്പോൾ കേരളത്തിലുള്ള തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരാൾ പോലും വീടില്ലാത്തവരുണ്ടാവില്ല. അത് നമുക്ക് കേരളത്തിൽ മുഴുവനും ഒരു പ്രതീക്ഷ നൽകുന്നൊരു തുടക്കം മാത്രമാണത്. ഇതുപോലെ തന്നെയാണ് കേരളം നമ്മുടെ കയ്യിലിട്ട് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഇപ്പോൾ ആൾ ഒരു പ്രത്യേക കാര്യം കൂടി പറഞ്ഞു, ഈ വീടുകൾക്ക് വേണ്ടി 10 രൂപ കേന്ദ്ര ഫണ്ടോ സംസ്ഥാന ഫണ്ടോ ആവശ്യമില്ല. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കും? നമുക്കറിയാം, ഇതുവരെ അവിടുത്തെ മേയറൂട്ടി ആര്യ രാജേന്ദ്രൻ അവരെ ആൾക്കാരെ വെച്ചിട്ട് കണ്ടമാനം അഴിമതി നടത്തി നികുതി പണം പിരിക്കാതെയും മറ്റു രീതിയിലും കണ്ടമാനം കാശുകൾ കിട്ടാണ്ട്. അപ്പോൾ രാജേഷിന് നല്ല ഉറപ്പുണ്ട്, ഈ പണം മുഴുവനും പിരിച്ചെടുത്തു കഴിഞ്ഞാൽ ഇത്രയും പേർക്ക് വീട് വയ്ക്കാനുള്ള സ്ഥലം കിട്ടുന്നുള്ള നല്ല ഉറപ്പുണ്ട് ആൾക്ക്. അതാണ് ആൾ നടത്തിയിട്ടുള്ളത്. രണ്ടും കൽപ്പിച്ചിട്ട് തന്നെയാണ്. മാറാത്തത് ഇനി മാറും, ഇല്ലെങ്കിൽ നമ്മൾ മാറ്റും. സ്വയം ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് ചന്ദ്രൻ മുല്ലക്കര, BJPയുടെ ഒല്ലൂർ മണ്ഡലം സെക്രട്ടറിയാണ്. എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിജിനെ ഇത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടം? നമുക്ക് ഇതുവരെ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ, ഇതിനു മുമ്പൊക്കെ മോദിജി വരുന്നതിന് മുമ്പ് വരെ നമുക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതികളും നമുക്ക് വന്നിട്ടില്ല. ഇന്ന് അങ്ങനെയല്ല, ഒത്തിരി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പദ്ധതികൾ വന്നു. അത് ഞങ്ങൾ വാർഡുകളിൽ എത്തിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മോദിജിയോട് ഇത്രയും ആകാംക്ഷയും ആഗ്രഹവും വരണമെന്ന്. സാധാരണക്കാരുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വന്നു. സ്വയം തൊഴിലുകൾ, സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ ഇദ്ദേഹം വന്നതിന് ശേഷം, മോദിജി വന്നതിന് ശേഷമാണല്ലോ കിട്ടിയത്. അപ്പം അതിനു മുമ്പ് വരെ നമുക്കൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അപ്പം എല്ലാം കൊണ്ടും നമുക്ക് ഒത്ത ഒരു പ്രധാനമന്ത്രി തന്നെയാണ്. നരേന്ദ്രമോദിജിയുടെ ഭരണം തുടങ്ങിയതിന് ശേഷം ഈ റേഷൻ കാർഡിലടക്കം സ്ത്രീകൾക്ക് മുൻഗണന വന്നു. അപ്പോൾ അത്രയും സ്ത്രീകളും മുൻഗണനപ്പെടുത്തിക്കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളാണോ നിങ്ങൾക്ക് ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം? അതെ, തീർച്ചയായിട്ടും അവരുടെ അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് വേണ്ടത്. സ്ത്രീകൾക്ക് എപ്പോഴും സുരക്ഷിത എന്ന് പറഞ്ഞാൽ റേഷൻ കാർഡ് വഴി നമുക്ക് ഇത്രയും നല്ല സുരക്ഷിത ഉണ്ടാക്കി. മുമ്പ് പുരുഷന്മാരായിരുന്നപ്പോൾ ഒത്തിരി സ്ത്രീകൾക്ക് പീഡനങ്ങളും പലതും അനുഭവിക്കേണ്ടി വന്നു. ഇന്ന് സ്ത്രീകളുടെ വാക്കിലൊക്കെ നിൽക്കുന്നവരും ഉണ്ട്. ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേരളം ഒട്ടാകെ അങ്ങനെ മോദിജിയെ നല്ലോണം ഇഷ്ടപ്പെടുന്നത്.
അപ്പോൾ കേരളത്തിലേക്കുള്ള മോദിജിയുടെ ഈ വരവ് കേരളത്തിലെ നിലവിലൊരു സാഹചര്യത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഉറപ്പായിട്ടുണ്ടാവും, ഉറപ്പായിട്ടും ഈ പ്രാവശ്യം ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ് 100% ഞങ്ങൾ പറയുന്നത്. താങ്ക് യു സോ മച്ച്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് നരേന്ദ്രമോദിജിനെ അത്രത്തോളം ഇഷ്ടം? ഇഷ്ടപ്പെട്ട നാടിൻ്റെ പൊതുവായ വികസന രാഷ്ട്രത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി തന്നെ നിലകൊള്ളുന്നു. ഭാരതമെന്ന് തന്നെയുള്ള ആ സംസ്കാരത്തിലൂന്നി നിൽക്കുന്നതുകൊണ്ട് ആദർശമാണ് അല്ലേ? ഇപ്പോൾ നരേന്ദ്രമോദിയോട് ആർക്കെങ്കിലും ഒരു വിരോധം ഉണ്ടെങ്കിൽ അത്തരക്കാരോട് എന്താണ് പറയാനുള്ളത്? അതായത് അദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു വിരോധമുള്ള ആൾക്കാരെ ഇപ്പോൾ ചേട്ടന് മുന്നിൽ കിട്ടണമെന്ന് വിചാരിക്കും, അപ്പോൾ അവരെങ്ങനെയാണ് ചേട്ടൻ പറഞ്ഞു കൊടുക്കുക? അല്ല, അതെന്ന് പറയുന്ന ഒരു നമ്മൾ പല ആൾക്കാരാണല്ലോ. പല ആൾക്കാരാകുമ്പോഴത്തേക്ക് അവർക്ക് ഓരോരുത്തർക്കും ഓരോ രീതിക്കുള്ള ആശയങ്ങളായിരിക്കും ഉള്ളത്. പക്ഷേ നമുക്ക് പറയാനുള്ളത് എല്ലാ ലോകരാജ്യങ്ങളും മുഴുവൻ ഇന്ന് അംഗീകരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നരേന്ദ്രമോദിജി മാറിയിരിക്കുന്നത്. അപ്പം നല്ല ആശയങ്ങൾ അത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ, ബോധവൽക്കരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ല നമ്മൾ മറ്റ് ഒരു നടപടിയല്ല, ബോധവൽക്കരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ചേട്ടൻ എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിജിനെ അത്രത്തോളം ഇഷ്ടപ്പെടാൻ കാരണം? കാരണം ഇപ്പോൾ BJPക്ക് തന്നെ ഇപ്പോൾ വാജ്പേയി, അതുപോലെ അദ്വാനി, ഇപ്പോൾ നരേന്ദ്രമോദിജി, ഇങ്ങനെ വളരെ പ്രമുഖരായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവരിൽ നിന്ന് എങ്ങനെയാണ് നരേന്ദ്രമോദിജി വ്യത്യസ്തനാവുന്നത്? അല്ല, അവരിൽ നിന്ന് വ്യത്യസ്തനല്ല, അവരെ കൂട്ട് തന്നെയുള്ള ഒരാളാണ്. അവരുടെ ആ ബാച്ചിൻ്റെ അടുത്ത തലമുറ വന്നൊരു നേതാവാണ്. ഇവരെല്ലാം മുൻപ് ഈ ഒരു ദർശനത്തിൽ ഊന്നി നിന്നുകൊണ്ട് പ്രവർത്തിച്ചതാണ്. അതിൻ്റെ ഒരു അടുത്ത തലമുറയിലാണ് മോദിജി വന്നേക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഗുജറാത്ത് നല്ലൊരു ഭരണം ഉണ്ടായിരുന്നതുകൊണ്ടാണ് അങ്ങനെയുള്ള ഇപ്പോഴത്തെ തലമുറയിലുള്ള ആൾക്കാർ നല്ല ഒരാളെന്നുള്ള നിലയ്ക്ക് മോദിജിയെ കാണുന്നു. അപ്പോൾ നരേന്ദ്രമോദിജി വന്നതിന് ശേഷം കോൺഗ്രസ് എന്നുള്ളൊരു പ്രസ്ഥാനം തന്നെ തകർന്ന് തരിപ്പണമാകുന്നൊരു കാഴ്ചയാണ് നമ്മൾ ഇന്ത്യയിൽ കാണുന്നത്. മറ്റൊരു BJP പ്രധാനമന്ത്രി വന്നപ്പോഴും, ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് വാജ്പേയിയൊക്കെ വന്നപ്പോഴും കോൺഗ്രസ് വീണ്ടും സ്ട്രോങ് ആയിട്ട് തിരിച്ചു വന്നതാണ്. പക്ഷേ നരേന്ദ്രമോദിജി വന്നതിന് ശേഷം കോൺഗ്രസ് എന്നുള്ള പ്രസ്ഥാനം തന്നെ തകർന്നിട്ട് ഇപ്പോൾ ഇന്ത്യ മുന്നണി പോലെ പലരായിട്ട് സഖ്യം ചേർന്നാൽ മാത്രം പോരാടുന്ന ലെവലിലേക്ക് എത്തി. അതിന് മാത്രം എന്ത് പ്രഭാവമാണ് നരേന്ദ്രമോദിജി ചെയ്തതെന്നാണ് ചേട്ടൻ വിചാരിക്കുന്നത്? അല്ല, നരേന്ദ്രമോദി ചെയ്തത് എന്താണെന്ന് വെച്ചാൽ പ്രധാനമായിട്ട് മുൻപ് ചെയ്തവരുടെ തന്നെ പിന്തുടർച്ചയായിട്ട് തന്നെയാണ് ചെയ്തു പോന്നിരിക്കുന്നത്. അന്നത്തെ കാലങ്ങളിൽ വെറും ഒരു സ്ഥലത്ത് പോലും 5 പേരെ പോലും ഇല്ലാത്ത കാലത്താണ് അന്ന് ഇങ്ങനെ വന്നത്. അത് കഴിഞ്ഞ് കാലങ്ങൾ മാറിയതോടെ പ്രവർത്തകർ കൂടി തുടങ്ങി. ആ കൂടിയതിൻ്റെ ഭാവം വെച്ചാണ് ഇപ്പം ഈ മോദിജി വന്നേക്കുന്നത്. അപ്പം പ്രധാനമന്ത്രിയായിട്ട് വന്നു കഴിഞ്ഞ് ഭാരതം എന്നുള്ളൊരു രാഷ്ട്രം ഉണ്ടെന്നുള്ള ഒരു മറ്റ് ജനങ്ങൾ മനസ്സിലാക്കിയത്. അതുവരെ ഭാരതം എന്നുള്ള പേരില്ലായിരുന്നു. നമുക്ക് ഇദ്ദേഹം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഭാരതത്തിൻ്റെ പേര് പുറത്തായി. അതുകൊണ്ട് എല്ലാ രാഷ്ട്രങ്ങളും നമ്മളെ ബഹുമാനിക്കുന്നുണ്ട്. ഇപ്പം പഴയ അങ്ങനെ അല്ലായിരുന്നല്ലോ. ഇന്ത്യ ആരും അറിയത്തുമില്ല, കേട്ടിട്ടില്ല എന്നുള്ള രീതിയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭരണ നൈപുണ്യവും അദ്ദേഹം വിദേശ രാഷ്ട്രങ്ങളോട് ഇടപെടലും ഒക്കെ കൊണ്ടാണ് നമുക്ക് ഇത്രയും ബെനിഫിറ്റ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പം പിന്നെ അദ്ദേഹത്തെ വെറുക്കാനൊക്കത്തില്ലല്ലോ. അതുകൊണ്ട് അപ്പോൾ ചേട്ടൻ നേരത്തെ പറഞ്ഞു 5 പേര് പോലും നിൽക്കാനില്ലാതിരുന്ന സ്ഥാനത്ത് നിന്ന് ഇത്രത്തോളം വളർന്നു BJP എന്നുള്ള പാർട്ടി രാജ്യത്താകമാനം. ഇപ്പോൾ കേരളത്തിലെ ഒരു സാഹചര്യത്തിലും BJPയോട് വളർച്ചയുടെ പാതയിലാണ്. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ തിരുവനന്തപുരം എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ കേരളത്തിലുള്ള BJPയുടെ വളർച്ചയെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഒരു ശുഭപ്രതീക്ഷ നൽകുന്നുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അതായത് മോദിജിയുടെ പ്രവർത്തനത്തിൽ അതിൻ്റെ കേരളത്തിലെ ആ ഒരു പ്രവർത്തനം തന്നെയാണ് നമ്മൾ നേരിട്ട് കൊണ്ടുവന്നതുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ സാധിച്ചത്. അപ്പോൾ ആ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്തതുപോലെ തന്നെ ഇപ്പം ഞങ്ങൾക്ക് നല്ല ശുഭാപ്തി വിശ്വാസമുണ്ട്. കേരളത്തിലെ നമുക്ക് സീറ്റ് ഉണ്ടാവും, 4-5 സീറ്റ് കിട്ടുമെന്നുള്ളത് നല്ല വിശ്വാസം. അതിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ് 2026. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ശുഭപ്രതീക്ഷയുള്ള മണ്ഡലങ്ങൾ ഏതൊക്കെയാണ്? ഇപ്പോൾ ചിലർ പറയുന്നുണ്ട് തിരുവനന്തപുരവും അതുപോലെ തന്നെ പാലക്കാടും BJPക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടെന്നുള്ളത്. അത് എത്രത്തോളം ശരിയാണ്? അല്ല, തിരുവനന്തപുരവും പാലക്കാടും സ്വാഭാവികമായിട്ടുണ്ടാവും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആലപ്പുഴയിലാണെങ്കിലും ചില മണ്ഡലങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. A ക്ലാസ് മണ്ഡലങ്ങളായിട്ട് ഉള്ള കുറേ മണ്ഡലങ്ങളാണ്. അതുകൊണ്ട് നല്ല പ്രതീക്ഷയാണ്. പിന്നെ എപ്പോഴും ഒരു ഇലക്ഷനൊക്കെ ഒരു വിധി നിർണ്ണയിക്കുമ്പോൾ ഗ്രൗണ്ട് ലെവലിലുള്ള ഗ്രാസ് റൂട്ട് ലെവലിലുള്ള പ്രവർത്തനങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഗ്രാസ് റൂട്ട് ലെവലിൽ എങ്ങനെയാണ് ഇപ്പോൾ BJPയുടെ പ്രവർത്തനങ്ങൾ കേരളത്തിൽ മുന്നോട്ട് പോകുന്നത്? കേരളത്തിൽ ഇപ്പം നമ്മൾ താഴത്തെ തട്ടിൽ നമ്മൾ ബൂത്ത് അടിസ്ഥാനത്തിൽ
നല്ല പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖരൻ്റെ കടന്നുവരവ് കേരളത്തിൽ BJP എത്രത്തോളം ഉണർത്തിയിട്ടുണ്ട്? മുൻപത്തെ ഒരു BJP ഘടകവും രാജീവ് ചന്ദ്രശേഖരന് ശേഷമുള്ള BJP ഘടകവും തമ്മിലുള്ള വ്യത്യാസം എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? അല്ല, വ്യത്യാസം എന്ന് പറഞ്ഞാൽ അവർ അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരൻ കൊണ്ടുവരുന്നത്. അല്ല പുതിയ ഒരാൾ അങ്ങനെ പെട്ടെന്ന് വന്നിട്ടുള്ള മാറ്റമല്ല ഉള്ള. അപ്പം പഴയ ആൾ ചെയ്തതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ ചെയ്യുന്നത്. പിന്നെ ഈ രാഷ്ട്രീയത്തിലെ ഈ BJP മുന്നോട്ട് കൊണ്ടുവരരുതെന്നുള്ള ഒരു നിലപാടാണ് കോൺഗ്രസും കമ്മ്യൂണിസവും തീരുമാനിക്കുന്നത്. കാരണം വ്യക്തിപരമായിട്ട് വോട്ട് ചെയ്താൽ കറക്റ്റായിട്ട് BJP എടുക്കും. ഇല്ല BJP ജയിക്കുമെന്നുണ്ടെങ്കിൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും മാർഗം കുത്തുക. അതുകൊണ്ടാണ് BJPക്ക് തോൽവി സംഭവിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലൊരു സാഹചര്യത്തിൽ BJP വളരാത്തതിൻ്റെ കാരണമായിട്ട് പലരും പറയുന്നത് BJP ഇപ്പോൾ ഹിന്ദു മതത്തിന് വേണ്ടി മാത്രം നിൽക്കുന്ന ഒരു പാർട്ടിയാണെന്നുള്ളൊരു ധാരണ പലർക്കും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരോട് എന്താണ് പറയാനുള്ളത്? അങ്ങനെയുള്ളവരോട് അങ്ങനെയാണെങ്കിൽ ഈ മൊത്തം സംസ്ഥാനം കിട്ടത്തില്ലല്ലോ. 4-5 സംസ്ഥാനമല്ലേ ഉള്ളൂ BJP ഭരിക്കാത്തത്. ബാക്കി എല്ലാ സംസ്ഥാനത്തും ഭരിക്കുന്നുണ്ട്. അവിടെയൊക്കെ ഉണ്ടല്ലോ എല്ലാവരും മതം ഉള്ളവരുണ്ടല്ലോ. അവർക്കൊന്നും ഒരു ദോഷവും ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഇവിടുത്തെ സ്ഥിതി ഇതാണ്. BJP ജയിക്കും എന്നുള്ള ഒരു കണക്കൂട്ടൽ വന്നാൽ ഒന്നീ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റിന് കുത്തും, അല്ലെ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് കുത്തും. അങ്ങനെ അവരെ ജയിപ്പിക്കാൻ നോക്കി BJP മേലോട്ട് കൊണ്ടുവരാൻ നോക്കത്തില്ല. അതാണ് ഇപ്പോൾ നരേന്ദ്രമോദിജിയുടെ ഇപ്പോൾ കേരളത്തിലോട്ടുള്ള കൊച്ചിയിലോട്ടുള്ള ഈ വരവ് എത്രത്തോളം മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് തോന്നുന്നത്? കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു കോളിളക്കം സൃഷ്ടിക്കുമോ? അത് ഉണ്ട്, തീർച്ചയായിട്ടും സൃഷ്ടിക്കും. കാരണം ഞങ്ങൾക്ക് ഇവിടെ ഒരു 4-5 സീറ്റ് കിട്ടുമെന്നുള്ള ഉറപ്പായ ഒരു കാര്യമാണ്. ചേട്ടൻ്റെ ഒരു പ്രഡിക്ഷനിൽ എവിടെയൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്? ഒരു പ്രഡിക്ഷൻ നടത്താമോ? അങ്ങനെ പറയാനൊക്കത്തില്ല. അത് കാരണം ആ മണ്ഡലങ്ങളിലൊക്കെ പോയിട്ടുള്ളവർക്കല്ലേ പറയാനൊക്കുള്ളൂ. ഞങ്ങൾ അങ്ങനെയുള്ള മണ്ഡലങ്ങളിൽ പോയിട്ടില്ലല്ലോ. ഞാൻ അത് കണ്ടാണ്. ഞങ്ങൾ കുട്ടനാട്ടുകാരാണ്. കുട്ടനാട്ടിലുള്ളവരെ ആണെങ്കിൽ നമുക്ക് അവിടെ BDJS-നാണ് ചാൻസ്. BDJS അത് എത്രത്തോളം ബാബിലെതിരാകുമെന്ന് പറയാനൊക്കത്തില്ല. നരേന്ദ്രമോദിനെ കാത്തിരിക്കുകയാണോ? അപ്പോൾ എത്രത്തോളം എക്സൈറ്റഡ് ആണ് നിങ്ങൾ നരേന്ദ്രമോദിജിനെ കാണുന്നതിലും? ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇപ്പോൾ പാസ്സൊക്കെ കിട്ടിയിട്ടുണ്ടോ? ഞങ്ങൾക്ക് ഓൾറെഡി പാസ്സുണ്ട്. ഞങ്ങൾ മുട്ടാർ പഞ്ചായത്താണ്, ആലപ്പുഴ ഡിസ്ട്രിക്ട് മുട്ടാർ പഞ്ചായത്താണ്. ഞങ്ങൾ ആലപ്പുഴയിൽ നിന്ന് വന്നിരിക്കണോ? അതെ അതെ കുട്ടനാട്. ഓക്കെ. അപ്പോൾ നരേന്ദ്രമോദിജി കൊച്ചിയിൽ വരുമ്പോൾ നിങ്ങൾ എത്രത്തോളം ആവേശത്തിലാണ്? പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ആവേശത്തിലാണ് ഞങ്ങൾ. എന്താണ് അദ്ദേഹത്തോട് ഇത്രത്തോളം ഒരു ആരാധന ഇഷ്ടമൊക്കെ തോന്നാൻ കാരണം? എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് കാണുമ്പോഴേ നമുക്ക് എന്തോ ഒരു പ്രത്യേക ഒരു എക്സൈറ്റഡ് ആണ് ഞങ്ങൾ എല്ലാവരും. പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയുടെ ആ മുഖം കാണുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഒരു ഭരണ നേട്ടം ഒന്നാണ്. വികസനമാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ BJPയിൽ ഇപ്പോൾ ഇദ്ദേഹം ഒരു ബ്രാൻഡായിട്ടാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. 3-ാം വട്ടവും ഇന്ത്യയുടെ ഭരണം കിട്ടുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. അത് അദ്ദേഹം സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നരേന്ദ്രമോദിജിനെ ഇത്രത്തോളം കേരളത്തിലും പ്രിയങ്കരനാക്കിയത് എന്താണ്? അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം, നല്ല വികസനമായുള്ള ഒരാശയങ്ങൾ, അതെല്ലാം നമ്മുടെ സമൂഹത്തിൽ അദ്ദേഹത്തിന് കൊണ്ടുവരാൻ സാധിച്ചു എന്നതുള്ളതാണ് വളരെ വലുത്. ഇപ്പോൾ ചില ആളുകൾ പറയുന്നുണ്ട് നരേന്ദ്രമോദിജി കൃത്യമായിട്ട് കേരളത്തിലെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, ഇപ്പോൾ ബജറ്റിലൊക്കെ കേരളത്തിൽ വേണ്ടത് കൊടുക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത്ര ആരോപണങ്ങളോടൊക്കെ എന്താണ് പറയാനുള്ളത്? ആരോപണം അങ്ങനെ വരുന്നുണ്ടെങ്കിൽ തന്നെ അത് സർക്കാരിൻ്റെ ഏറ്റവും വലിയ ദൂഷ്യഫലം കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം. അവർ സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ ചെയ്യുന്നത്. എന്തായാലും പല പദ്ധതികളും കേന്ദ്രം കൊടുക്കുന്നുണ്ട്, പക്ഷെ അത് കേരളത്തിൻ്റെതാക്കി മാറ്റുമല്ലേ. അതുകൊണ്ട് ജനങ്ങൾ അത് അറിയുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് BJPയുടെ പല പദ്ധതികളെ കുറിച്ച് ജനങ്ങൾ അറിയുന്നില്ല അല്ലേ? അതെല്ലാം ഇവർ സ്വന്തമാക്കി മാറ്റുന്നതാണ് പറയുന്നത്. കേരള സർക്കാർ മൊത്തം കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളെല്ലാം കേരളത്തിൻ്റെതാക്കി മാറ്റിക്കൊണ്ട് അവർ അവരുടേതാക്കി മാറ്റുക. എന്നിട്ട് ജനങ്ങളെ അവരിലേക്ക് അടുപ്പിക്കുന്ന ഒരു സംവിധാനമാണ് അവർ കാണിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. കേരളത്തിൽ ഇപ്പോൾ തിരുവനന്തപുരം കിട്ടി, അത് ശരിക്കും ആരും പ്രതീക്ഷിച്ചു കൂടിയില്ല. ഇപ്പോൾ LDF ആണ് അവിടെ ഭരിച്ചിരുന്നത്. നേരെ കോൺഗ്രസിലോട്ട് പോകാന്നുള്ളതായിരുന്നു പതിവ് കാഴ്ച. പക്ഷെ നേരെ BJPയിലേക്ക് വന്നു. അത് എങ്ങനെ ഒരു മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്? നല്ലൊരു മാറ്റവും പ്രവർത്തനവും അവിടെ VV രാജേഷ് നടപ്പാക്കും. VV രാജേഷിൽ വളരെ പ്രതീക്ഷയുണ്ട്. ഉണ്ട്, തീർച്ചയായിട്ടും. അദ്ദേഹത്തിൽ കണ്ടൊരു ഗുണം എന്ന് വെച്ചാൽ വളരെ പ്രതിപക്ഷ ബഹുമാനമുള്ളൊരു മനുഷ്യനാണ്. കാരണം ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകണം എല്ലാ പാർട്ടികളെയും. അപ്പോൾ BJPക്കാരോടുള്ളൊരു ആൾക്കാരുടെ ഒരു പിക്ചറൊക്കെ മാറുന്നുണ്ട്. ശരിക്കും BJP ഒരു വർഗീയ പാർട്ടിയാണോ? ഒരിക്കലും ഒരു വർഗീയ പാർട്ടി അല്ല. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി തന്നെയാണ് BJP. ഇപ്പം നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം, ഇതിലുള്ള ആൾക്കാർ തന്നെ എല്ലാവരും നല്ല ക്വാളിഫൈഡ് ആൾക്കാരാണ്.
അത് മെമ്പർമാരായാലും അത് അങ്ങനെയുള്ള ആൾക്കാരെ സെലക്ട് ചെയ്താണ് എടുക്കുന്നത് തന്നെ. അതായത് ഇപ്പം LDFിലാണെങ്കിൽ തന്നെ ആർക്കും ഒരു വിദ്യാഭ്യാസം കുറവുള്ള ആൾക്കാരാണ് കൂടുതലും ഉള്ളത്. പക്ഷേ അതിനെ അപേക്ഷിച്ച് നമ്മൾ BJPയിലുള്ള ആൾക്കാരെല്ലാവരും നല്ല ക്വാളിഫൈഡ് ഉള്ള ആൾക്കാരെയാണ് തിരഞ്ഞെടുക്കുന്നത്. ചേച്ചി മെമ്പറാണെന്ന് എന്തോ പറഞ്ഞു അല്ലേ? ഞാൻ മുട്ടാർ പഞ്ചായത്തിൻ്റെ 6ാം വാർഡ് മെമ്പറാണ് BJPയുടെ. സ്വയം ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് നിജ M. നായർ. ഞാൻ മുട്ടാർ പഞ്ചായത്തിന് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലെ മുട്ടാർ പഞ്ചായത്തിലെ 6ാം വാർഡ് മെമ്പറാണ്. BJP ഇപ്പോൾ സ്ഥാനാർത്ഥികൾ നിർത്തുമ്പോൾ ക്വാളിഫിക്കേഷൻ നോക്കുന്നുണ്ടല്ലേ? അതിൽ വിദ്യാഭ്യാസം അടക്കം നോക്കുന്നുണ്ടോ? അതെ, വിദ്യാഭ്യാസം നോക്കുന്നില്ല, പക്ഷെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ആ ക്വാളിഫൈഡ് ആളാണോ നോക്കൂടെ എന്തായാലും. അതെ, പൊതുവേ അങ്ങനെയാണ്. അപ്പോൾ എങ്ങനെയാണ് അവിടെ BJP ഇപ്പോൾ ചേച്ചിയുടെ വാർഡിൽ എങ്ങനെയാണ് BJP ജയിച്ചത്? BJP ജയിക്കുന്ന ഒരു വാർഡ് തന്നെയാണോ അത്? ഞങ്ങൾ 3-4 വർഷമായിട്ട് BJP തന്നെയാണ് അവിടെ ഭരിക്കുന്നത്. ഇപ്രാവശ്യം ഞങ്ങൾ വിട്ടുകൊടുത്തില്ല. അപ്പോൾ അതിനു മുമ്പ് ആരുടെ കുത്ത കയറുന്ന ആ വാർഡ്? ഇത് LDF തന്നെയായിരുന്നു. LDFിനെ എങ്ങനെ തിരിച്ചു പിടിച്ചത് നിങ്ങൾ ആ വാർഡ്? ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തനം കൊണ്ട് തന്നെ തിരിച്ചു പിടിച്ചു. അതിലൊക്കെ ചിക്കാൻ പിടിച്ച ആൾക്കാരൊക്കെയാണിത്. അതെ, അപ്പോൾ ഗ്രൗണ്ട് ലെവലിൽ BJP വളർന്നുകൊണ്ടിരിക്കുകയാണല്ലേ? അതെ അതെ. ഓക്കെ, അപ്പോൾ നരേന്ദ്രമോദിജിനെ കാണാൻ പറ്റുന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് നിൽക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. എന്തിനു പറയണം? നരേന്ദ്രമോദിജി ഫാൻസ് ആണ്. നരേന്ദ്രമോദിജി ഫാൻസ് ആണ് നിങ്ങൾ? ആണോ? എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിജിന് ഇത്ര ഇഷ്ടം? അത് ഇപ്പം എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും ഈ കൂട്ടു നിൽക്കുന്ന ഒരാൾ തന്നെയാണ്. ഈ ഭൂമിയിലെ ഏറ്റവും നേതാവാണ് നരേന്ദ്രമോദി മാത്രമേ വേറെ ആരുമില്ല. ആ ആദരസൂചകമായിട്ടാണോ ഇങ്ങനെ ഒരു മുഖം മൂടി അണിഞ്ഞു വന്നിരിക്കുന്നത്? അവരെ കാണാൻ വേണ്ടി ഇവിടെ വന്നിട്ടുള്ളത്. കാണാൻ പറ്റില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രസംഗം ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ട്. സാന്നിധ്യം പോസിറ്റീവ് എനർജിയാ എല്ലായിടത്തും. ഓക്കെ കാണാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പൊ നരേന്ദ്രമോദിനെ കാണാത്തതിലുള്ള വിഷമം ഇങ്ങനെ തീർക്കാണോ? അല്ലേ? ഓക്കെ ടാറ്റാ.